നമസ്കാരം. ടാൻഡം PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു മാരത്തോൺ സീരീസ് ആണ് ചെയ്യുന്നത്. 10th പ്രിലിംസ് എക്സാം ഇവിടെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ എക്സാമിന് ഉപകരിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാരത്തോൺ സീരീസ്, അതിന്റെ ഒന്നാമത്തെ ഭാഗമാണിത്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കി വെക്കുക. ഒരു ടോപ്പിക്ക് പോലും വേണ്ടാത്തതില്ല, ഫിൽട്ടർ ചെയ്യാനില്ല. കൃത്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സീരീസാണിത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ടാൻഡം PSC എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടാൻഡം PSC എന്ന ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അംഗമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലിൽ അംഗമാവുക. നമുക്ക് സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആർട്ടിക്കിൾ 15 കുറിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആർട്ടിക്കിൾ 15(1) പ്രകാരം മതം, വംശം, ജാതി, ലിംഗം അല്ലെങ്കിൽ ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം വിലക്കുന്നു. ആർട്ടിക്കിൾ സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത്, ആർട്ടിക്കിൾ 15(3) സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ സംസ്ഥാനത്തിന് അധികാരം നൽകുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ആർട്ടിക്കിൾ 15(4) സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പുരോഗതിക്കായി പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ സംസ്ഥാനത്തെ അനുവദിക്കുന്നു. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ ഒന്ന് മാത്രം ശരിയെന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ബി 1, 2 ശരിയെന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ സിയിൽ 2, 3 മാത്രം ശരിയെന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡിയിൽ 1, 2, 3, അതായത് 3ഉം ശരിയാണെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യന് നമ്മുടെ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ചോദ്യമാണ്. സിലബസിൽ എടുത്ത് പറയുന്ന ഒരു ടോപ്പിക്കാണ് മൗലികാവകാശങ്ങൾ. ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. മാരത്തോൺ സീരീസ് ആയതുകൊണ്ട് കുറച്ച് നമുക്ക് അടിച്ചുവിട്ട് പോവേണ്ടതുണ്ട്. അപ്പോൾ ആൻസർ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻസർ കിട്ടാത്തവർ പോസ് ചെയ്ത് ആൻസർ കിട്ടിയതിന് ശേഷം മാത്രം പ്ലേ ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അതായത് 15(1) പ്രകാരം മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം വിലക്കുന്നുണ്ട്. 15(3) സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ സംസ്ഥാനത്തിന് അധികാരം നൽകുന്നുണ്ട്. 15(4) സാമൂഹികവും വിദ്യാഭ്യാസപരമായ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പുരോഗതി പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ സംസ്ഥാനത്തെ അനുവദിക്കുന്നുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെന്റും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 15(2) നമ്മൾ ഇവിടെ പറയാത്ത കാര്യമല്ല. 15(2) എന്താണ്? പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിലും പൊതു സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിലും മതം, വംശം, ജാതി, ലിംഗം അല്ലെങ്കിൽ ജനനസ്ഥലം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം നിരോധിക്കുന്നു. 15(2) നമ്മൾ ഇതിൽ പറയാത്തൊരു പോയിന്റാണ്, അതുകൊണ്ട് അതോടൊപ്പം ഓർത്ത് വെക്കുക. 15(2) എന്ന് പറഞ്ഞാൽ പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിനും പൊതു സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിലും മതം, വംശം, ജാതി, ലിംഗം അല്ലെങ്കിൽ ജനനസ്ഥലം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം നിരോധിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ 93ാമത്തെ ഭേദഗതി പ്രകാരമാണ് അനുച്ഛേദം 15(5) കൂട്ടിച്ചേർക്കുന്നത്. എന്താണ് ഈ അനുച്ഛേദം 15(5)? എല്ലാ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക്, അതായത് OBC വിഭാഗത്തിന് 27% സംവരണം നൽകുന്നതാണ് ഈ ഭേദഗതി. 93ാം ഭേദഗതിയിൽ എന്താ ചെയ്യുന്നത്? 15(5) കൂട്ടിച്ചേർക്കുകയാണ്. ഈ 15(5) പ്രകാരം പറയുന്നത് എല്ലാ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് 27% സംവരണം നൽകുന്നു. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന പൗരന്മാരുടെ പുരോഗതിക്കായി പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ ഈ ഭേദഗതി സർക്കാരിനെ അനുവദിക്കുന്നു. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനം ഈ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നു. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റാണ്. കാരണം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം ഈ ഒരു ഇത് ബാധകമാണ്. അവിടെയും ഈ പറയുന്ന OBCക്കുള്ള സംവരണം കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സാമിന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണല്ലേ അത്. കാരണം സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഇപ്പൊ അങ്ങനെ ഒരു ഇത് ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ഇത് തെറ്റായിട്ട് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനങ്ങൾക്കും ഈ വ്യവസ്ഥകൾ ബാധകമാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മളൊന്ന് കുറച്ച് സ്പീഡിൽ പോകണം, ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2, വിദ്യാഭ്യാസ അവകാശ നിയമത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? വിദ്യാഭ്യാസ അവകാശ നിയമം, അതായത് RTE എന്നാണ് പറയാ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അതിനെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് 2002 86ാമത് ഭരണഘടനാ ഭേദഗതി നിയമം ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തി വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കിയെന്ന് പറയുന്നുണ്ട്.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ആർട്ടിക്കിൾ 21 പ്രകാരം 6-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ RTE നിയമം 6 മുതൽ 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ബാധകമാണെന്ന് പറയുന്നു. 4, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി സ്വകാര്യ സ്കൂളിൽ 25% സീറ്റുകൾ സംവരണം ചെയ്യണമെന്ന് RTE നിയമം പറയുന്നു. ഇതിലേതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചത്. ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. തെറ്റായതാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ എല്ലാം ശരിയാണ്, തെറ്റൊന്നുമില്ല എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് 3ഉം 4ഉം തെറ്റാണെന്ന് പറയുന്നു. ഓപ്ഷൻ സിയിൽ 2ഉം 3ഉം തെറ്റാണെന്ന് പറയുന്നു. ഓപ്ഷൻ ഡിയിൽ 3 മാത്രം തെറ്റാണെന്ന് പറയുന്നു. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ? ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. കിട്ടാത്തവർ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. സി ആണ് ശരിയായ ഉത്തരം. 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 2002 86 ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരമാണ് ആർട്ടിക്കിൾ 21 കൂട്ടിച്ചേർക്കുന്നത്. ഈ ഒരു ഭേദഗതിയോട് കൂടിയാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത്. അപ്പൊ ഇതിനു മുമ്പ് വിദ്യാഭ്യാസം എന്തായിരുന്നു? അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ആർട്ടിക്കിൾ 21 പ്രകാരം 6-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് എന്നാണ് പറഞ്ഞത്. തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം 6-നും 14-നും ഇടയിലുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസ അവകാശ നിയമം ഉറപ്പുവരുത്തുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലും അത് തന്നെയാണ് തെറ്റ്. അവിടെയും 6 മുതൽ 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ബാധകമാണെന്നാണ് പറയുന്നത്. 6 മുതൽ 14 വയസ്സ് വരെയാണ് ആ ഒരു കാര്യം ഓർത്തു വെക്കുക. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി 25% സീറ്റുകൾ സംവരണം ചെയ്യണമെന്ന് RTE പറയുന്നതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. അപ്പോൾ 86 ഭരണഘടനാ ഭേദഗതി 2002 ഉൾപ്പെടുത്തിയ ആർട്ടിക്കിൾ 21 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സ്വകാര്യ സ്കൂളുകളിൽ 25% സീറ്റുകൾ സംവരണം ചെയ്യണമെന്ന് RTE നിയമം അനുശാസിക്കുന്നു. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കാൻ 86 ഭേദഗതി കാരണമായി. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ നൽകാനുള്ള മാതാപിതാക്കളുടെയും രക്ഷിതാക്കളുടെയും കടമ ഭേദഗതിയിൽ ചേർത്തു. ഈ ഡ്യൂട്ടി ആർട്ടിക്കിൾ 51 ക്ലോസ് കെ ആയി ചേർത്ത്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് ഈ 86 ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയെന്ന് മാത്രമല്ല, ഈ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നുള്ള ഒരു മൗലിക കർത്തവ്യം കൂടി ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു പോയിന്റാണ്. അതായത് ഈ ഒരു ഭരണഘടനാ ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയിട്ട് മൗലികാവകാശങ്ങളിലേക്ക് 21 കൂട്ടിച്ചേർത്തതോടു കൂടി തന്നെ മൗലിക കടമകളിൽ 51 എന്ന് പറയുന്ന ഒരു അനുച്ഛേദം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് എന്താണ്? രക്ഷിതാക്കളുടെ കടമയാണ് എന്ന് പറയുന്ന ഒരു മൗലിക കടമ 11ാമത്തെ മൗലിക കടമയായിട്ട് ഈ ഒരു 51 ക്ലോസ് കെയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനത്ത് നിർബന്ധിക്കുന്ന നിർദ്ദേശ തത്വങ്ങളുടെ ആർട്ടിക്കിൾ 45 മാറ്റിയാണ് മൗലിക കടമകളുടെ ഭാഗമായി 51 ക്ലോസ് ചേർത്തത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, നേരത്തെ ഇത് എന്തായിരുന്നു? നിർദ്ദേശക തത്വങ്ങളിൽ 45ാമത്തെ ആർട്ടിക്കിൾ ആയിട്ട് അനുച്ഛേദമായിട്ടായിരുന്നു ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 14 വയസ്സ് വരെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സ്റ്റേറ്റ് ബാധ്യസ്ഥമാണ് എന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മാറ്റിയിട്ട് ഒരു മൗലിക കടമയാക്കി മാറ്റുകയാണ് ഈ 86 ഭേദഗതിയോട് കൂടി. അങ്ങനെയാണ് ഈ 45 മാറ്റിയിട്ടാണ് 51 ക്ലോസ് കൂട്ടിച്ചേർത്തത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ നേരത്തെ ഈ 86 ഭേദഗതി വരുന്നതിന് മുമ്പ് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് സംസ്ഥാനത്തിന്റെ കടമയായിരുന്നു എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായിട്ടുള്ള 45ാം അനുച്ഛേദത്തിലായിരുന്നു. ആ ഒരു കാര്യം കൂടി നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. മൂന്നാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞത്. പ്രസ്താവനകൾ എന്തൊക്കെയാ നോക്കാം. ഭരണഘടനയുടെ ഭാഗം 3 12 മുതൽ 28 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അനുച്ഛേദം 23, 24 ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അനുച്ഛേദം 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു 42ാം ഭേദഗതിയിലാണ് മൗലിക അവകാശങ്ങൾ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത്. ഇതിലേതൊക്കെയാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. ശരിക്കും വായിച്ചിട്ട് ഒന്ന് ആൻസർ ചെയ്യുക. ഓപ്ഷൻ എയിൽ 2ഉം 4ഉം തെറ്റെന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ബിയിൽ 4 മാത്രം തെറ്റെന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ സിയിൽ 1, 4 തെറ്റ് എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡിയിൽ 1, 3 തെറ്റ് എന്ന് പറയുന്നുണ്ട്. ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം.
ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കിട്ടാത്ത ആളുകൾ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1ഉം 4ഉം തെറ്റാണ്. എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലെ തെറ്റ്? ഭരണഘടനയുടെ ഭാഗം 3 തന്നെയാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. പക്ഷെ അനുച്ഛേദം 12 to 28 അല്ല, 12 to 35 അല്ലെ. 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് എന്ത് പറയുന്നത്? മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പൊ 12 മുതൽ 28 വരെയുള്ള അനുച്ഛേദങ്ങൾ എന്നുള്ളത് തെറ്റാണ് അല്ലെ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. 23, 24 ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അനുച്ഛേദം 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് അനുച്ഛേദം 21 പറയുന്നത്. 42ാം ഭേദഗതിയിൽ കൂട്ടിച്ചേർത്തത് മൗലിക അവകാശങ്ങളല്ല, മൗലിക കർത്തവ്യങ്ങളാണ്. അപ്പൊ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ. 42, കാരണം നമുക്കറിയാം പാർട്ട് 3 എന്തുള്ളത്? മൗലികാവകാശങ്ങൾ ഉള്ളത്. പാർട്ട് 3 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഇത് എന്താണ്? ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളതാണ്. പിന്നീട് കൂട്ടിച്ചേർത്തതാകുമ്പോൾ ഒരു 3A 3B എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വരിക. അല്ലാതെ വന്ന പാർട്ടുകളുണ്ട്. നമുക്കറിയാം പഞ്ചായത്ത് രാജ് കൂട്ടിച്ചേർത്തത് പാർട്ട് 9 അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് 9 ഡിലീറ്റ് ചെയ്യുകയും നിലവിലുണ്ടായിരുന്ന 9 ഡിലീറ്റ് ചെയ്യുകയും പിന്നീട് ആ ഡിലീറ്റ് ചെയ്ത 9ലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. ഏതായിരുന്നാലും ഇവിടെ പാർട്ട് 3 ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളതാണ്, പിന്നീട് കൂട്ടിച്ചേർത്തതല്ല. എന്നാൽ പാർട്ട് 4A അഥവാ മൗലിക കർത്തവ്യങ്ങളാണ് എന്ത് ചെയ്തത്? ഈ 42ാം ഭേദഗതിയിൽ കൂട്ടിച്ചേർത്തത്. അത് മൗലിക കർത്തവ്യങ്ങളോട് ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കും, ആ സമയത്ത് വിശദീകരിക്കാം. ആറ് മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. എല്ലാ പൗരന്മാർക്കും മൗലികാവകാശങ്ങൾ സാർവത്രികമായി ബാധകമാണ്. ആർട്ടിക്കിൾ 21 നമ്മൾ പറഞ്ഞു ജീവിക്കാനുള്ള അവകാശമാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറഞ്ഞു. ആർട്ടിക്കിൾ 22 പറയുന്നത് വ്യക്തികളെ ഏകപക്ഷീയമായ അറസ്റ്റിൽ നിന്നും തടങ്കലിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു അനുച്ഛേദമാണ് അനുച്ഛേദം 22. വ്യക്തികളെ ഏകപക്ഷീയമായ അറസ്റ്റിൽ നിന്നും തടങ്കലിൽ നിന്നും സംരക്ഷിക്കുന്ന അനുച്ഛേദമാണ്. അതിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണമെന്നൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 22 അത് ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എത്ര സമയം കൊണ്ടാണ് കോടതിയിൽ ഹാജരാക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഇത് ഏത് അനുച്ഛേദത്തിലാണ് പറയുന്നതെന്നും ചോദിക്കാറുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അനുച്ഛേദം 22 എന്ത് പറയുന്നത്? അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ അല്ലെങ്കിൽ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കണമെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 22 അപ്പൊ 24 മണിക്കൂറാണോ 48 മണിക്കൂറാണോ എന്നുള്ളതൊന്നും കൺഫ്യൂഷൻ ആവണ്ട. ഒരാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം? അയാളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശമാണ്. 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. 23 മുതൽ 24 വരെ ചൂഷണത്തിനെതിരായ അവകാശമാണ്. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. പിന്നെ 29, 30 എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. ആർട്ടിക്കിൾ 32 എന്താണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നൊക്കെ പറയും. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ഈ 32ാമത്തെ ആർട്ടിക്കിളിനെ കുറിച്ചാണ്. ഈ ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത്? റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ആ കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കാം. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏത്? പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏത് എന്നാണ് ചോദ്യം. അനുച്ഛേദം 14 അനുച്ഛേദം 16 19 20 ഇതിൽ ഏതാണ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്? ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി അനുച്ഛേദം 16 ശരിയായ ഉത്തരം. പൊതു നിയമനങ്ങളിൽ സമത്വം നൽകുന്ന അവസര സമത്വം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 16. പൊതു ജോലിയിൽ മതവർഗ ജാതി ലിംഗ ജനവംശജരുടെയും താമസ സ്ഥലത്തിന്റെയും അടിസ്ഥാനത്തിൽ വിവേചനം തടയുന്ന നിയമമാണ് അനുച്ഛേദം 16. അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തെ ഈ ജോലിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് ഒഴിവാക്കാനൊന്നും പറ്റില്ല. അതാണ് പിന്നെ പൊതു നിയമനങ്ങളിലാവുമ്പോൾ പ്രത്യേക മതങ്ങളെയോ ജാതിയുടെയോ അതല്ലെങ്കിൽ പിന്നെ ജനിച്ച പ്രദേശത്തിന്റെ കേരളക്കാർക്ക് പറ്റും തമിഴ്നാട്ടുകാർക്ക് പറ്റില്ല, ആ രീതിയിലുള്ള ഒരു വിവേചനവും പാടില്ല. അതാണ് അനുച്ഛേദം 16 പറയുന്നത്. അതായത് ജനിച്ച മതത്തിന്റെ വർഗത്തിന്റെ അല്ലെങ്കിൽ സ്ത്രീ ആയതുകൊണ്ട് ഈ ജോലിക്ക് പറ്റൂല എന്ന് പറയാൻ പാടില്ല.
അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിവേചനം പാടില്ല എന്നാണ് അനുച്ഛേദം 16 പറയുന്നത്. ഭരണകൂടത്തിന്റെ അഭിപ്രായത്തിൽ അവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ലഭിച്ചില്ലെങ്കിൽ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സംവരണത്തിനുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ ഇത് ഭരണകൂടത്തെ അനുവദിക്കുന്നു. അപ്പോൾ ഇത് പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ഇവിടെ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷനും നെഗറ്റീവ് ഡിസ്ക്രിമിനേഷനും ഉണ്ട്. അതായത് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വിഭാഗത്തിന് പ്രത്യേകിച്ച് ഒരു ജാതിക്കാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് എന്ത് ചെയ്യാണ് ഇതിൽ എന്താ പറയാ ജോലിയിൽ ആവശ്യത്തിന് പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക സംവരണമൊക്കെ ഏർപ്പെടുത്താൻ സർക്കാരിന് അധികാരമുണ്ട്. അതിനെയാണ് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ അവരെ മാറ്റി നിർത്തല്ല, അവർ മറ്റുള്ളവരുടെ കൂടെ എത്താത്തത് കൊണ്ട്, ചരിത്രപരമായ കാരണങ്ങളാൽ മറ്റുള്ളവരുടെ കൂടെ എത്താത്തത് കൊണ്ട് അവരെ കൂടി പരിഗണിക്കുക, അവരെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി അവർക്ക് സംവരണം നൽകുക എന്നുള്ളതാണ്. ഇത് ഇന്ത്യ ഭരണഘടന വിരോധിച്ചിട്ടുള്ള ഡിസ്ക്രിമിനേഷനിൽ പെട്ടതല്ല. ഇത് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് പറയാം. എന്നാൽ ഒരാളോട് പറയാണ് നീ ജാതിയിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ നീ സ്ത്രീയാണ്, അതുകൊണ്ട് നിനക്ക് ജോലി പറ്റില്ല, ആ രീതിയിൽ പറയുന്നതിനെയാണ് നെഗറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം. ആ നെഗറ്റീവ് ഡിസ്ക്രിമിനേഷൻ ആണ് ഇന്ത്യൻ ഭരണഘടന വിലക്കിയിട്ടുള്ളത്. ആ ഒരു പോയിന്റ് ഓർത്തു വെക്കാം. ഈ 16(1) എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് കീഴിലുള്ള ഏതെങ്കിലും ഓഫീസിലേക്കുള്ള തൊഴിൽ അല്ലെങ്കിൽ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാ പൗരന്മാർക്കും അവസര സമത്വം ഉണ്ടായിരിക്കും എന്നാണ് 16(1) പറയുന്നത്. 16(2) ഒരു പൗരനും മതം, വംശം, ജാതി, ലിംഗഭേദം, വംശജർ, ജന്മസ്ഥലം, താമസ സ്ഥലം അല്ലെങ്കിൽ അവയിൽ ഏതെങ്കിലും ഒന്നിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസ്ഥാനത്തിന് കീഴിലുള്ള ഏതെങ്കിലും തൊഴിൽ അല്ലെങ്കിൽ ഓഫീസ് സംബന്ധിച്ച അയോഗ്യതയോ വിവേചനമോ ഉണ്ടാകരുത് എന്നാണ് 16(2) പറയുന്നത്. അനുച്ഛേദം 14 പറയുന്നത് മതം, വംശം, ജാതി, ലിംഗഭേദം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിൽ തുല്യതയോ ഇന്ത്യയുടെ പ്രദേശത്തിലെ നിയമങ്ങളും തുല്യ പരീക്ഷയോ ഭരണകൂടം നിഷേധിക്കരുത്. അനുച്ഛേദം 14 ഏകദേശം ഇതുമായിട്ട് സമാനമായിട്ടുള്ളതാണ്. പക്ഷെ അതിൽ അവസര സമത്വം അല്ല പറയുന്നത്, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്നാണ് അനുച്ഛേദം 14 പറയുന്നത്. അനുച്ഛേദം 16 പറയുന്നത് പൊതു നിയമനങ്ങളിൽ അവസര സമത്വത്തെ കുറിച്ചാണ്. എല്ലാ ജാതിയുടെയോ മതത്തിന്റെയോ ഭാഷയുടെയോ അല്ലെങ്കിൽ ലിംഗത്തിന്റെയോ ഒന്നും പേരിൽ വിവേചനം പാടില്ല നിയമനങ്ങളിൽ എന്നുള്ളതാണ് 16 പറയുന്നത്. 14 പറയുന്നത് എന്താ പറയാ, ഈ രീതിയിലുള്ള ഒരു വിവേചനവും എന്തിൽ പാടില്ല, നിയമത്തിന്റെ മുന്നിൽ പാടില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് എന്നുള്ളതാണ് അനുച്ഛേദം 14 പറയുന്നത്. അനുച്ഛേദം 19 6 മൗലിക കടമകളെ കുറിച്ചാണ്, മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഒരു കഥയിലൂടെ ഈ 19 പറയുന്ന ഓരോ സബ് പാർട്ടും നമ്മളൊരു കഥയിലൂടെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇതിലുണ്ട്. മൗലികാവകാശങ്ങൾ മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അത് കാണാത്ത ആളുകൾ നിർബന്ധമായിട്ടും അത് കാണുക. സിമ്പിളായിട്ട് ഒരു കഥയിലൂടെ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന, കഴിഞ്ഞ LSCS എക്സാമിന് പോലും ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. 19(2) എന്താ പറയുന്നത്, 19(1) ABCD അങ്ങനെ 6 ഇതുണ്ട്, 6 സബ് പാർട്ട് ഉണ്ട്. പിന്നെ 19(2), 19(3), 19(4) അങ്ങനെ അതുമുണ്ട്. അതൊക്കെ എങ്ങനെ പഠിച്ചു വെക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഒരു കഥയിലൂടെ നമ്മൾ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നിർബന്ധമായിട്ടും കാണാത്തവർ അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പൊ അനുച്ഛേദം 19 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അനുച്ഛേദം 20 പറയുന്നത് കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട സംരക്ഷണമാണ്. അനുച്ഛേദം 20 എന്താണ് പറയുന്നത്, കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട സംരക്ഷണമാണ്. അതായത് ഇപ്പൊ ഒരു കുറ്റം ചുമത്തപ്പെട്ട പ്രവൃത്തിയുടെ സമയത്ത് പ്രാബല്യത്തിൽ ഒരു നിയമത്തിന്റെ ലംഘനത്തിലല്ലാതെ ഒരു വ്യക്തിയെയും ഏതെങ്കിലും കുറ്റത്തിന് ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരാൾ കഴിഞ്ഞ വർഷം ഒരു തെറ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത ഒരാളെ അന്ന് ഈ തെറ്റ് ചെയ്യുന്ന സമയത്ത് 1,00,000 രൂപയാണ് ആ തെറ്റിന് പിഴയെന്ന് വിചാരിക്കുക. ഒരു വർഷം കഴിഞ്ഞു ഇപ്പോഴാണ് ഈ ഒരു വിഷയം കോടതിയിൽ എത്തുന്നത്. അപ്പൊ കോടതി വിധിക്കുമ്പം ഇപ്പൊ ഒരു പക്ഷേ കഴിഞ്ഞ മാസം അതിന് മുമ്പത്തെ മാസമൊക്കെ ഈ നിയമത്തിൽ ഭേദഗതി വന്നിട്ടുണ്ടാകാം. 1,00,000 എന്നുള്ളത് 5,00,000 കൂട്ടിയിട്ടുണ്ടാകാം ഫൈന്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസ് കോടതിയുടെ പരിഗണനയിലെത്തുമ്പോൾ ഈ ഒരു കേസിന് ശിക്ഷ എന്ന് പറഞ്ഞാൽ 5,00,000 രൂപ പിഴയാണ്. പക്ഷെ ഇവന് തെറ്റ് ചെയ്ത സമയത്ത് ഇതിന് എത്ര പിഴയുള്ളൂ, 1,00,000 രൂപയെ പിഴയുള്ളൂ. അപ്പൊ അവൻ എന്തേ വിധിക്കാൻ പറ്റുള്ളൂ, 1,00,000 രൂപയെ പിഴ വിധിക്കാൻ പറ്റുള്ളൂ. അതാണ് പറയുന്നത്. അതായത് കുറ്റം ചെയ്യുന്ന സമയത്ത് ആ ഒരു കുറ്റത്തിനുള്ള ശിക്ഷ എന്താണോ അതേ വിധിക്കാൻ പാടുള്ളൂ. ശിക്ഷ വിധിക്കുന്ന സമയത്ത് ചിലപ്പോൾ കടുത്ത ശിക്ഷ ആയിട്ടുണ്ടാവാം, പക്ഷെ അത് അടിസ്ഥാനത്തിൽ വിധിക്കാൻ പാടില്ല. ഇയാൾ തെറ്റ് ചെയ്യുന്ന സമയത്ത്
എത്രയാണോ എന്താണോ അതിന് കണക്കാക്കിയിട്ടുള്ള ശിക്ഷ അതേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതേപോലെ ഒരു കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കരുത് എന്നും ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഓപ്ഷൻ എ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എല്ലാ മൗലികാവകാശങ്ങളും സ്വമേധയാ റദ്ദാവും. ഓപ്ഷൻ ബി, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അനുച്ഛേദം 20, 21 ഒഴികെയുള്ള മൗലികാവകാശങ്ങൾ സ്വമേധയാ റദ്ദാവും. ഓപ്ഷൻ സിയിൽ പറയുന്നത് അടിയന്തരാവസ്ഥ സമയത്ത് അനുച്ഛേദം 20, 21 ഒഴിച്ചുള്ള എല്ലാ മൗലികാവകാശങ്ങളും രാഷ്ട്രപതിയുടെ പ്രത്യേക വിജ്ഞാപനത്തിലൂടെ മാത്രമേ റദ്ദാവൂ. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ചില മൗലികാവകാശങ്ങൾ സ്വമേധയാ റദ്ദാവും, മറ്റു ചിലത് രാഷ്ട്രപതിക്ക് വിജ്ഞാപനത്തിലൂടെ റദ്ദാക്കാം. ഇതിലേതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, പറയേണ്ട കാര്യമില്ല. എല്ലാ ഓപ്ഷനും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഓപ്ഷനാണ്. പ്രത്യേകിച്ച് എക്സാമുകളുടെ ടെൻഷനോട് കൂടി നമ്മൾ നോക്കുമ്പോൾ ഇത് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കിട്ടാത്തവർ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. എയിൽ പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എല്ലാ മൗലികാവകാശങ്ങളും സ്വമേധയാ റദ്ദാവുമെന്നാണ് പറയുന്നത്. ഇല്ല, റദ്ദാകുന്നത് ആർട്ടിക്കിൾ 19 മാത്രമാണ്. ആർട്ടിക്കിൾ 19 പറയുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട്. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, പിന്നെ സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം, അതോടൊപ്പം എന്താ പറയുക, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, അങ്ങനെ തുടങ്ങി 6 മൗലിക അവകാശങ്ങൾ പറയുന്നുണ്ട്, മൗലിക സ്വാതന്ത്ര്യങ്ങൾ പറയുന്നുണ്ട്. ആ മൗലിക സ്വാതന്ത്ര്യങ്ങൾ 19 പറയുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ത് ചെയ്യും? സ്വമേധയാ റദ്ദാവും. ബാക്കിയുള്ളത് 20, 21 ഒരു കാരണവശാലും റദ്ദ് ചെയ്യാൻ പറ്റൂല. അതായത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളാണ് 20, 21. ഈ 20, 21 ഒരു കാരണവശാലും റദ്ദ് ചെയ്യാൻ പറ്റൂല. ബാക്കിയുള്ള എല്ലാ മൗലികാവകാശങ്ങളും രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വിജ്ഞാപനത്തിലൂടെ റദ്ദാക്കാൻ പറ്റും. അപ്പൊ 19 സ്വമേധയാ റദ്ദാകും, 20, 21 റദ്ദാക്കാൻ കഴിയില്ല. ബാക്കിയുള്ള എല്ലാ മൗലികാവകാശങ്ങളും എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രപതിക്ക് വിജ്ഞാപനത്തിലൂടെ റദ്ദ് ചെയ്യാൻ വേണ്ടി പറ്റും. അനുച്ഛേദം 382 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാം. യുദ്ധത്തിന്റെയോ ബാഹ്യ ആക്രമണത്തിന്റെയോ അടിസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥയിൽ ആർട്ടിക്കിൾ 358 പ്രകാരം അനുച്ഛേദം 19 സ്വമേധയാ സ്വയമേ നിർത്തലാക്കും. അതായത് ആർട്ടിക്കിൾ 358 പ്രകാരമാണ്, അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ അനുച്ഛേദം 19 സ്വമേധയാ റദ്ദാകുന്നത് അല്ലെ സ്വയം റദ്ദാകുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്നും PSC ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 358 പ്രകാരമാണ് ഈ അനുച്ഛേദം 19 ഓട്ടോമാറ്റിക് ആയിട്ട് സസ്പെൻഡ് ആവുക. ഇനി ആർട്ടിക്കിൾ 359 പ്രകാരം എന്ത് ചെയ്യാം? ഈ 20, 21 ഒഴിച്ചുള്ള ബാക്കി എല്ലാ മൗലികാവകാശങ്ങളും രാഷ്ട്രപതിക്ക് വിജ്ഞാപനത്തിലൂടെ റദ്ദാക്കാവുന്നതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 358 പഠിക്കണം, ആർട്ടിക്കിൾ 359 പഠിക്കണം. ആർട്ടിക്കിൾ 358 പ്രകാരം 19 പറയുന്ന അനുച്ഛേദം 19 പറയുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്നുള്ളത് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് റദ്ദാവുമെന്നാണ് പറയുന്നത്. 359 പ്രകാരം ആർട്ടിക്കിൾ 20, 21 മൗലികാവകാശങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മൗലികാവകാശങ്ങളും രാഷ്ട്രപതിക്ക് വിജ്ഞാപനത്തിലൂടെ റദ്ദാക്കാമെന്നാണ് പറയുന്നത്. പിന്നെ ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും നിർത്തലാക്കാൻ ഒരു അടിയന്തരാവസ്ഥയുടെ സമയത്തും കഴിയില്ല എന്നും കൂടി അവിടെ പറയുന്നുണ്ട്. ആ കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ജവഹർലാൽ നെഹ്റു ഉണ്ട്, ഡോക്ടർ ഭീംറാവു അംബേദ്കർ ഉണ്ട്, സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ട്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉണ്ട്. ഇതിൽ ആരാണ് ഇന്ത്യയിലെ മൗലികാവകാശങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി അല്ലെങ്കിൽ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചിട്ടുള്ളത്. അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ ഭരണഘടനയിൽ ഉണ്ടായിട്ടുള്ള ഭേദഗതികളെ എല്ലാം കൂടി ചേർത്തിട്ടാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയാം. ഈ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഇന്ത്യ മൗലികാവകാശങ്ങൾ കടമെടുത്തിട്ടുള്ളത്.
മൗലികാവകാശങ്ങൾ കോടതി വഴി ചോദ്യം ചെയ്ത് നടപ്പിലാക്കാവുന്നതാണ്. അതായത് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ കോടതിയിൽ പോയിട്ട് അത് നേടിയെടുക്കാൻ വേണ്ടി കഴിയുമെന്നാണ് പറയുന്നത്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും മൗലികാവകാശങ്ങളുടെ കാവലാളായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച 6 മൗലികാവകാശങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച 6 മൗലികാവകാശങ്ങൾ എന്നവിടെ പറയുന്നുണ്ട്. ഒന്ന് സമത്വത്തിനുള്ള അവകാശമാണ്, മറ്റൊന്ന് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്, മറ്റൊന്ന് ചൂഷണത്തിനെതിരായ അവകാശമാണ്, മറ്റൊന്ന് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്, മറ്റൊന്ന് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്, പിന്നെ ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശമാണ്. ഇങ്ങനെ 6 മൗലിക അവകാശങ്ങളാണ് ഇപ്പോൾ ഭരണഘടനയിലുള്ളത്. ഇപ്പോൾ ഒന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം 1950 ജനുവരി 26-ന് ഈ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അവിടെ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു 7ാമത്തെ മൗലികാവകാശമായിരുന്നു സ്വത്തവകാശം. എന്നാൽ സ്വത്തവകാശം പിന്നീട് 1976-ലെ 42ാം ഭേദഗതിയോടുകൂടി സ്വത്തവകാശം എന്ത് ചെയ്തു? മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും പകരം 300A ആർട്ടിക്കിൾ 300A നിയമാവകാശമായിട്ട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അപ്പൊ 42ാം ഭേദഗതിയിലാണ് PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി ഏതെന്ന് ചോദിക്കാറുണ്ട്. 44ാം ഭേദഗതിയിലാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ 44ാം ഭേദഗതിയിലാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നീക്കം ചെയ്തത്. അതായത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ, അതായത് 1950 ജനുവരി 26-ന് ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 7ാമത്തെ മൗലികാവകാശമായിരുന്നു സ്വത്തവകാശം. ഈ സ്വത്തവകാശം 1978-ലെ 44ാം ഭേദഗതിയോട് കൂടിയാണ് നമ്മുടെ മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. പകരം അതൊരു നിയമാവകാശമായിട്ട് ആർട്ടിക്കിൾ 300A കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസ്സാക്കപ്പെട്ട അനുച്ഛേദം ഏത്? മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസ്സാക്കപ്പെട്ട അനുച്ഛേദം ഏത് എന്നാണ് ചോദ്യം. അനുച്ഛേദം 14 ഉണ്ട്, അനുച്ഛേദം 17 ഉണ്ട്, അനുച്ഛേദം 24 ഉണ്ട്, അനുച്ഛേദം 18 ഉണ്ട്. ഇതിലേതാണ് മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കപ്പെട്ട അനുച്ഛേദം എന്നാണ് ചോദ്യം. ഉത്തരം കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അനുച്ഛേദം 17 ആണ് മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് ഈ അനുച്ഛേദം 17 പറയുന്നത്? അനുച്ഛേദം 17 അൺടച്ചബിലിറ്റി ആണ് അബോളിഷ് ചെയ്യുന്നത്, അല്ലെ? അതായത് തൊട്ടുകൂടായ്മ അല്ലെ അയിത്തം നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 17. മാറിപ്പോരുത്. അനുച്ഛേദം 17 എന്താണ്? തൊട്ടുകൂടായ്മ അഥവാ അയിത്തം നിരോധിക്കുന്ന ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിളാണ് മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കപ്പെട്ട അനുച്ഛേദം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, ഗാന്ധിജി ഈ അയിത്തത്തിനെതിരെ ശക്തമായിട്ട് പോരാടിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, അല്ലെ? അതുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി ഈ ഒരു അനുച്ഛേദം പാസ്സാക്കപ്പെട്ടത്. പിന്നെ അനുച്ഛേദം 14 നമ്മൾ ഓപ്ഷനിൽ കണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ളതാണ് അനുച്ഛേദം 14 പറയുന്നത്. അനുച്ഛേദം 24 പറയുന്നത് എന്താണ്? ബാലവേല നിരോധിക്കുകയാണ്. ബാലവേല നിരോധിക്കുകയാണ് അനുച്ഛേദം 24 വരുന്നത്. അനുച്ഛേദം 18 സ്ഥാനപ്പേരുകൾ റദ്ദാക്കുന്നതാണ് അനുച്ഛേദം 18. അതായത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറയും. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒരുപാട് സ്ഥാനപ്പേരുകൾ ഉണ്ടായിരുന്നു, പിന്നെ ഒരുപാട് പദവികളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എടുത്തു കളയുന്ന ഒരു അനുച്ഛേദമാണ് അനുച്ഛേദം 18 എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സുപ്രീം കോടതിയുടെ ഏത് കേസിന്റെ തീർപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 സാധ്യത വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൂടി ഉൾക്കൊള്ളിക്കുന്നതിനായി വിപുലമാക്കിയത്? അതായത് ഏതോ ഒരു കേസ് പരിഗണിച്ച സമയത്ത് സുപ്രീം കോടതി എന്ത് ചെയ്തു? ഈ ആർട്ടിക്കിൾ 21 നമുക്കറിയാം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും എന്നുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. ഈ 21ന്റെ സാധ്യത എന്ത് ചെയ്തു? ഒന്ന് വിപുലമാക്കി. എന്തിനു വേണ്ടി? പിന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൂടി ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ ഒരു ആർട്ടിക്കിൾ 21ന്റെ സാധ്യത ഒന്ന് വിപുലപ്പെടുത്തുകയാണ്. ഏത് കേസിന്റെ തീർപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിപുലപ്പെടുത്തിയത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ ഉണ്ണികൃഷ്ണൻ VS ആന്ധ്രാപ്രദേശ് സർക്കാർ കേസുണ്ട്. ഓപ്ഷൻ ബിയിൽ ഗോവിന്ദ് VS മധ്യപ്രദേശ് സർക്കാർ കേസുണ്ട്. ഓപ്ഷൻ സിയിൽ കേശവാനന്ദ ഭാരതി VS കേരള സർക്കാർ കേസുണ്ട്. ഓപ്ഷൻ ഡിയിൽ ചാർമാൽ സിംഗ് VS ഉത്തർപ്രദേശ് സർക്കാർ കേസുണ്ട്. ഇതിൽ ഏത് കേസിന്റെ വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്? സുപ്രീം കോടതി ആർട്ടിക്കിൾ 21 വിപുലപ്പെടുത്തിയത് എന്നാണ് ചോദ്യം. ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കിട്ടാത്തവർ പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക.
ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അല്ലെ. ഉണ്ണികൃഷ്ണൻ VS ആന്ധ്രാപ്രദേശ് സർക്കാർ കേസിലാണ് ഈ അതിന്റെ ഒരു തീർപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് 21 വിപുലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്കറിയാം 2002 86 ഭരണഘടനാ ഭേദഗതിയോടുകൂടി റൈറ്റ് ടു എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസ അവകാശ നിയമം എന്ത് ചെയ്തു, ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു അല്ലെ. ആർട്ടിക്കിൾ 21A ആയിട്ട് എന്ത് കൂട്ടിച്ചേർത്തു, വിദ്യാഭ്യാസത്തിലുള്ള അവകാശം മൗലികാവകാശമായിട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. 86 ഭേദഗതിയിലാണ്, 2002 വർഷം. 1993 ഈ ഉണ്ണികൃഷ്ണൻ VS ആന്ധ്രാപ്രദേശ് സർക്കാർ കേസ് നടക്കുന്നത്. 1992 മോഹിനി ജെയിൻ VS കർണാടക സർക്കാർ കേസ് ഉണ്ടായിരുന്നു. ആ കേസിലെ ഫൈൻഡിങ്സിനോട് വിയോജിച്ചുകൊണ്ടാണ് കോടതി അഭിപ്രായം പ്രകടിപ്പിച്ചത് ഈ കേസിൽ. പിന്നെ നമുക്ക് പറയാനുള്ള മറ്റൊരു സംഗതിയാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ് ഏപ്രിൽ 1, 2010 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. പിന്നെ നമ്മൾ ഓപ്ഷനിൽ കണ്ട മറ്റൊരു കേസായിരുന്നു ഗോവിന്ദ് VS മധ്യപ്രദേശ് സർക്കാർ കേസ് അല്ലെ. അത് സ്വകാര്യതയ്ക്കുള്ള അവകാശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ് ഏത്, ഗോവിന്ദ് VS മധ്യപ്രദേശ് സർക്കാർ കേസ്. ഓപ്ഷനിൽ കണ്ട മറ്റൊരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അതായത് ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അതായത് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വിധിക്കുന്നത് ഈ പറയുന്ന കേശവാനന്ദ ഭാരതി കേസിലാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ആർട്ടിക്കിൾ 51A പ്രകാരം അടിസ്ഥാന കടമയായി പട്ടികപ്പെടുത്തുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുത്താത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. പൊതുസ്വത്ത് സംരക്ഷണമുണ്ട്, ശാസ്ത്രീയ മനോഭാവം വളർത്തിയെടുക്കലുണ്ട്, മദ്യനിരോധനമുണ്ട്, ഭരണഘടന അനുസരിക്കൽ എന്നുണ്ട്. ഇതിലേതാണ് അടിസ്ഥാന കടമയായിട്ട് അല്ലെങ്കിൽ മൗലിക കടമയായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കാത്തത് എന്നാണ് ചോദ്യം. 51A മൗലിക കടമയായിട്ട് ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. അത് ആൻസർ ചെയ്ത് നോക്കുക. ഉത്തരം കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ആണ്, മദ്യനിരോധനമാണ്. മദ്യനിരോധനം ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുണ്ട്, പക്ഷെ അത് മൗലിക കടമകളിലല്ല പറയുന്നത്. എവിടെയാണ് പറയുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശക തത്വങ്ങൾ എന്നുള്ള ഭാഗത്താണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന മദ്യനിരോധനത്തെ കുറിച്ച് ഗോവധ നിരോധനമൊക്കെ പറയുന്നത്. അതേപോലെ യൂണിഫോം സിവിൽ കോഡ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നുണ്ട്. ഗാന്ധിയൻ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ. അവിടെയാണ് മദ്യനിരോധനം പറയുന്നത്. മൗലിക കടമകളുടെ ഭാഗത്ത് മദ്യനിരോധനം പറയുന്നില്ല. 10 കടമകളാണ്, മൗലിക കടമകളാണ് അവിടെ പട്ടികപ്പെടുത്തിയിരുന്നത്. ഇത് കൂട്ടിച്ചേർത്ത സമയത്ത് ആദ്യമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ 10 ഭേദഗതികളായിരുന്നു കൂട്ടിച്ചേർത്തിട്ടുള്ളത്. പിന്നീട് 11ാമത്തെ മൗലിക കടമയായിട്ട് 86 ഭരണഘടനാ ഭേദഗതിയിൽ എന്ത് കൂട്ടിച്ചേർത്തു? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൂടി മൗലിക കടമയായിട്ട് കൂട്ടിച്ചേർത്തു. അപ്പൊ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക കടമയായിട്ട് കൂട്ടിച്ചേർക്കുന്നത് എന്നാണ് 2002 86 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ അതിന് മുമ്പുണ്ടായിരുന്ന 10 മൗലിക കർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു പോകാം. കൂടുതൽ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാണ്ട്. നമുക്കറിയാം, ഒന്നാമത്തത് ഭരണഘടന അനുസരിക്കലും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കലാണ്. 2 സ്വാതന്ത്ര്യത്തിനായുള്ള നമ്മുടെ ദേശീയ പോരാട്ടത്തിന് പ്രചോദനമായ ഉദാത്തമായ ആദർശങ്ങളെ വിലമതിക്കുകയും പിന്തുടരുകയും ചെയ്യുക എന്നുള്ളതാണ്. 3ാമതായിട്ട് പറയുന്നത് ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുക, സംരക്ഷിക്കുക എന്നുള്ളതാണ്. 4 രാജ്യത്തെ സംരക്ഷിക്കുക, ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം നൽകുക എന്നുള്ളതൊക്കെയാണ്. 5 പറയുന്നത് മതപരമോ ഭാഷാപരമോ പ്രാദേശികമോ ആയ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇടയിൽ ഐക്യവും പൊതു സാഹോദര്യത്തിന്റെയും ചൈതന്യവും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. 6ാമത്തത് പറയുന്നത് സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന രീതികൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. 7ാമത്തത് പറയുന്നത് നമ്മുടെ സംയോജിത സംസ്കാരത്തിന്റെ സമ്പന്നമായ പൈതൃകത്തെ വിലമതിക്കുക, സംരക്ഷിക്കുക എന്നുള്ളതാണ്. 8ാമത്തത് പറയുന്നത് വനങ്ങൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ എന്നിവയുൾപ്പെടെ പ്രകൃതി പരിസ്ഥിതി എന്നിവയെ സംരക്ഷിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ജീവജാലങ്ങളോട് അനുകമ്പ കാണിക്കുന്നതിനുമാണ് 8ാമതായിട്ട് പറയുന്നത്. 9 പറയുന്നത് ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിന്റെയും പരിഷ്കരണത്തിന്റെയും മനോഭാവം എന്നിവ വികസിപ്പിക്കുക. ഇത് ശരിക്കും ശ്രദ്ധിക്കാറുണ്ട്. ഈ ഒരു പോയിന്റ് നമ്മൾ ചിലപ്പോൾ ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോ ഉണ്ടാവുക എന്നുള്ള സംശയിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ശാസ്ത്രീയ മനോഭാവം വളർത്തൽ മൗലിക കടമയായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യം ഉണ്ടോ എന്നൊക്കെ നമ്മളപ്പോൾ മനസ്സോടെ ചിന്തിച്ചേക്കാം. അതുകൊണ്ട് നന്നായി ഓർത്തു വെക്കണം. ശാസ്ത്രീയ മനോഭാവം, മാനവികത,
അതേപോലെ അന്വേഷണത്തിന്റെയും പരിഷ്കരണത്തിന്റെയും മനോഭാവം എന്നിവ വികസിപ്പിക്കുക എന്നുള്ളത് മൗലിക കടമയിൽ പറയുന്നുണ്ട്. 10ാമതായിട്ട് പറയുന്നത് പൊതു സ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക, വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിന്റെ എല്ലാ മേഖലകളിലും മികവ് കൈവരിക്കാൻ പരിശ്രമിക്കുക, അതുവഴി രാഷ്ട്രം നിരന്തരമായ പരിശ്രമത്തിന്റെയും നേട്ടങ്ങളുടെയും ഉയർന്ന തലങ്ങളിലേക്ക് ഉയരും എന്നൊക്കെയാണ് പറയുന്നത്. ഇതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന 10 11ാമത്തത് കൂട്ടിച്ചേർത്തത് പിന്നെ ഏതാണ് 6നും 14നും ഇടയിൽ പ്രായമുള്ള തന്റെ കുട്ടിക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ നൽകുക എന്നുള്ളതാണ്. അപ്പൊ ജസ്റ്റ് 1-2 തവണ ഒന്ന് വായിച്ചു നോക്കുക. കൂടുതൽ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ് എന്നാണ് ചോദ്യം. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണെന്ന ചോദ്യം. ഓപ്ഷൻ എയിൽ USA ഉണ്ട്, ഓപ്ഷൻ ബിയിൽ USSR ഉണ്ട്, ഓപ്ഷൻ സിയിൽ അയർലൻഡ് ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ കാനഡ ഉണ്ട്. ഇതിൽ ഏത് രാജ്യത്തു നിന്നാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യ കടമെടുത്തത് എന്നാണ് ചോദ്യം. ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓപ്ഷൻ ബി USSR ആണ് ശരി ഉത്തരം അല്ലെ. USSRൽ നിന്നാണ് ഇന്ത്യ മൗലിക കർത്തവ്യങ്ങൾ കടമെടുക്കുന്നത്. ഓപ്ഷൻ എയിൽ കണ്ട USA നിന്ന് നമ്മൾ എന്താ കടമെടുത്തത്? മൗലിക കടമകളാണ്. മാറിപ്പോയത്. മൗലിക കടമകൾ പാർട്ട് 3 അത് കടമെടുത്തത് USAയിൽ നിന്നാണ്. എന്നാൽ പാർട്ട് 4 വരുന്ന നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി കടമെടുത്തത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. അയർലൻഡ് ഇത് കടമെടുക്കുന്നത് സ്പെയിനിൽ നിന്നാണ്. അതുകൂടി ചിലപ്പോൾ PSC ചോദിക്കാറുണ്ട്. അതായത് ആദ്യമായിട്ട് ഇത് ഉൾപ്പെടുത്തുന്നത് സ്പെയിനാണ്. സ്പെയിനിൽ നിന്ന് അയർലൻഡ് കടമെടുക്കുന്നു, അയർലൻഡിൽ നിന്നും ഇന്ത്യ കടമെടുക്കുന്നു. നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി മൗലിക കടമകൾ കടമെടുത്തത് എവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞു? USSRൽ നിന്നാണ്. USSRന്റെ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യ കടമെടുക്കുന്നത്. പാർട്ട് 4A മൗലിക കർത്തവ്യങ്ങൾ ചേർത്തിട്ടുള്ളത് ആർട്ടിക്കിൾ 51A ആണ്. ഇത് എന്താണ്? ഇത് നിയമാനുസൃതമായ ചുമതലകളാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂല? കോടതി മുഖേന സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. മൗലികാവകാശങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന അവകാശങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പറയുന്ന മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോടതി മുഖേന സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു കേസിന്റെ വിധിന്യായം നടക്കുന്ന സമയത്ത് ഈ മൗലിക കർത്തവ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് വിധി പുറപ്പെടുവിക്കുക എന്ന് കൂടി അവിടെ പറയുന്നുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതി പ്രകാരമാണെന്നാണ് ചോദ്യം. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി പ്രകാരമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ 24ാം ഭേദഗതി ഉണ്ട്, ഓപ്ഷൻ ബിയിൽ 42ാം ഭേദഗതി ഉണ്ട്, ഓപ്ഷൻ സിയിൽ 44ാം ഭേദഗതി ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ 56ാം ഭേദഗതി ഉണ്ട്. ഇതിൽ ഏത് ഭേദഗതിയിലാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? അങ്ങനെ ആൻസർ ചെയ്ത് നോക്കുക. ഉത്തരം കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അല്ല, 42ാം ഭേദഗതിയിലാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത്. ഈ 42 44 ഇപ്പം കൺഫ്യൂഷൻ ആകുന്ന ഒരു കാര്യമാണല്ലോ. 44 ഉണ്ട്, 42 ഉണ്ട്. അപ്പൊ ഈ പറയുന്ന മൗലിക കർത്തവ്യങ്ങൾ 42 ആണോ 44 ആണോ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക, ഇന്ത്യൻ ഭരണഘടനയിൽ പ്രധാനമായിട്ടും 2 സംഗതികളാണുള്ളത്. ഒന്ന് മൗലിക കടമകൾ, മറ്റൊന്ന് മൗലിക കർത്തവ്യങ്ങൾ. അപ്പൊ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് ഓർത്ത് വെക്കുക. അങ്ങനെ വരുമ്പോൾ 42 ആണ് എന്നുള്ളത് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. ഒന്ന് മൗലിക കടമകളാണ്, മൗലിക അവകാശങ്ങളാണ്, 2 മൗലിക കർത്തവ്യങ്ങളാണ്. അങ്ങനെ ഓർത്ത് വെക്കുക. 42 ആണ് എന്നുള്ളത് അങ്ങനെയൊക്കെ ഓർത്ത് വെക്കുക. പല ആളുകൾക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട് 42 ആണോ 44 ആണോ എന്നൊക്കെ. അപ്പൊ 42ാം ഭരണഘടനാ ഭേദഗതിയിലാണ് ഇത് ഉൾപ്പെടുത്തുന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. PSC നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എന്ന്? ഏതാണ് കമ്മിറ്റി? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. 1976 42ാം ഭേദഗതി നമുക്കറിയാം. എന്താ പറയാ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതിയിലെ. നമ്മുടെ ഭരണഘടനയിൽ പിന്നെ ആമുഖത്തിൽ ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത്. അത് ഈ പറയുന്ന 42ാം ഭേദഗതിയിലാണ്. ഈ സ്വരൺ സിംഗ് കമ്മിറ്റി 8 മൗലിക കടമകളായിരുന്നു ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഉൾപ്പെടുത്തുന്നത് എത്രയാണ്? 10 എണ്ണമാണ് അല്ലെ. അന്ന് 10 എണ്ണമാണ് ഉൾപ്പെടുത്തുന്നത്. 11ാമത്തെ മൗലിക കടമകൾ
പിന്നീടാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത്. 86-ാം ഭേദഗതിയിലാണ്. അപ്പൊ ഈ 42-ാം ഭേദഗതിയിൽ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഭേദഗതിയിൽ എന്ത് ഉൾപ്പെടുത്തുന്നത്? മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. ഈ മൗലിക കർത്തവ്യങ്ങൾ 8 മൗലിക കർത്തവ്യങ്ങളായിരുന്നു സ്വരൺ സിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. 10 എണ്ണമാണ് ഉൾപ്പെടുത്തിയത്. പിന്നീട് 86-ാം ഭേദഗതിയിൽ 11ാമത്തെ മൗലിക കടമയായിട്ട് ഏത് ഉൾപ്പെടുത്തി? കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയാണ് എന്നുള്ള ഭാഗം കൂടി ഉൾപ്പെടുത്തി. ഇപ്പൊ നിലവിൽ 11 മൗലിക കടമകളാണ് ഉള്ളത്. ഈ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. അതായത് 42-ാം ഭേദഗതി 1976 നിലവിൽ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭേദഗതി. ഈ ഭേദഗതി നിലവിൽ വരുന്ന സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ആരായിരുന്നു ചോദിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. പ്രസിഡന്റ് ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഈ 42-ാം ഭേദഗതിയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു നമ്മൾ പറഞ്ഞു. അതിന്റെ പുറമെയായിട്ട് ഭരണഘടനയിൽ ആമുഖത്തിൽ എന്ത് കൂട്ടിച്ചേർത്തു? ഇതേ ഭേദഗതി പ്രകാരം സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. നമ്മൾ പറഞ്ഞു ആമുഖത്തിൽ ആകെ ഒരു തവണ മാത്രമാണ് ഭേദഗതി വരുത്തിയത്. അത് ഈ 42-ാം ഭേദഗതിയിലാണ്. ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പഠിച്ചു വെക്കുക. ഒന്ന് സോഷ്യലിസ്റ്റ്, മറ്റൊന്ന് സെക്യുലർ, മറ്റൊന്ന് ഇന്റഗ്രിറ്റി. ഈ 3 വാക്കുകളാണ് 42-ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കുന്നത്. നിയമനിർമ്മാണ സഭകളുടെ കാലാവധി ഇതിൽ നീട്ടിയിട്ടുണ്ടായിരുന്നു. 5 വർഷം എന്നുള്ളത് 6 വർഷമാക്കിയിട്ട് ഭരണഘടനാ ഭേദഗതിയിൽ നീട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 44-ാം ഭേദഗതി ഒന്നും തിരിച്ച് 5 വർഷമായിട്ട് തന്നെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. നിയമനിർമ്മാണ സഭകളുടെ കാലാവധി നീട്ടൽ ഭരണപരിഷ്കാരങ്ങൾ, ജുഡീഷ്യൽ പരിഷ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടെ ഭരണഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ഭരണഘടനാ ഭേദഗതിയായിരുന്നു 42-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത. സിലബസിൽ എടുത്തു പറയുന്ന ഒരു ഭാഗമാണ് മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും. അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ബിയിൽ സുപ്രീം കോടതിയിൽ നിന്നോ ഹൈക്കോടതിയിൽ നിന്നോ വിരമിച്ച ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ സിയിൽ സുപ്രീം കോടതിയിൽ നിന്നോ ഹൈക്കോടതിയിൽ നിന്നോ വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡിയിൽ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാനുള്ള യോഗ്യത എന്താണ് എന്നാണ് ചോദിച്ചത്. ഉത്തരം കിട്ടിയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ഒന്നുകിൽ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി ആയാൽ മതി. നേരത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. പിന്നീട് ഭേദഗതി വന്നപ്പോഴാണ് ജഡ്ജിയും പറ്റും എന്നുള്ള 2019 ഒരു ഭേദഗതി വന്നിട്ടുണ്ട്. ഈ ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ജഡ്ജി കൂടി റിട്ടയർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജി കൂടി പറ്റും എന്നുള്ളത് പറയുന്നത്. നേരത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ചെയർമാൻ ഉണ്ടാകും. അതിന്റെ ഘടന പിന്നെ 5 അംഗങ്ങളുണ്ടാവും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഒരു ചെയർമാനും പിന്നെ 5 സ്ഥിരം അംഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഈ 5 സ്ഥിരം അംഗങ്ങൾ? ഒന്ന് സുപ്രീം കോടതിയിൽ സേവനം അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ വിരമിച്ച ഒരു ജഡ്ജി. നിലവിൽ സുപ്രീം കോടതിയിലുള്ള അല്ലെങ്കിൽ സുപ്രീം കോടതി വിരമിച്ച ഒരു ജഡ്ജിയാണ് ഒരംഗം എന്ന് പറയുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ സേവനം അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ വിരമിച്ച ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടാകും. പിന്നെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള 3 വ്യക്തികൾ ഉണ്ടാകും. ഇങ്ങനെയാണ് 5 പേര് എന്ന് പറയുന്നത്. ഒന്ന് സുപ്രീം കോടതിയിൽ ഇപ്പോ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ വിരമിച്ചതോ ആയ ഒരു ജഡ്ജ്, പിന്നെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ നിലവിൽ സേവനം ചെയ്യുന്നതോ അല്ലെങ്കിൽ വിരമിച്ചതോ ആയ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടാകും. അതിനു പുറമെ ഈ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അറിവുള്ള അല്ലെങ്കിൽ പ്രായോഗിക പരിചയമുള്ള 3 സ്ഥിരം അംഗങ്ങൾ ഉണ്ടാകും. ഈ 3-ൽ ഒരാൾ വനിതയായിരിക്കണമെന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് ന്യൂനപക്ഷങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷന്റെ ചെയർമാൻ ഉണ്ട്. പിന്നെ പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷന്റെ ചെയർമാൻ ഉണ്ട്. പട്ടിക വർഗ്ഗക്കാർക്കുള്ള ദേശീയ കമ്മീഷന്റെ ചെയർമാൻ ഉണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ഉണ്ട്. ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ഉണ്ട്. പിന്നെ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ഉണ്ട്. പിന്നെ ദേശീയ ഭിന്നശേഷി കമ്മീഷന്റെ ചീഫ് കമ്മീഷണർ ഉണ്ട്. അവിടെ മാത്രം ചീഫ് കമ്മീഷണർ എന്നാണ് പറയുന്നത്. ഇവർ 7 പേർ ആണ് ഇതിലെ എക്സ് ഒഫീഷ്യോ മെമ്പർമാരായിട്ട് വരുന്നത്.
സ്ഥിരം അംഗങ്ങൾ 5 പേരാണ് നമ്മൾ പറഞ്ഞു. ഒന്ന് ചെയർമാൻ ഉണ്ട്, പിന്നെ 5 അംഗങ്ങളുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് സുപ്രീം കോടതിയിൽ ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ ഒരു ജഡ്ജ്, പിന്നെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ സേവനം അനുഷ്ഠിക്കുന്നതോ ഇപ്പോൾ അല്ലെങ്കിൽ റിട്ടയർഡ് ആയതോ ആയ ചീഫ് ജസ്റ്റിസ്, പിന്നെ മനുഷ്യാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അറിവോ പരിചയമോ ഉള്ള 3 വ്യക്തികളിൽ 3-1 വനിതയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവരാണ് 5 സ്ഥിരം അംഗങ്ങൾ. പിന്നെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. 2019 ഭേദഗതി പ്രകാരം ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ വന്നതിന് ശേഷമുള്ള വിവരങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നേരത്തെ 4 അംഗങ്ങളായിരുന്നു, അതായത് വിദഗ്ധ അംഗങ്ങൾ 2 പേരായിരുന്നു. അറിവും പിന്നെ പരിചയമൊക്കെ ഉള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് 3 എന്നുള്ളത് നേരത്തെ 2 ആയിരുന്നു. അതോടൊപ്പം നമ്മൾ പറഞ്ഞു സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ ആയിരിക്കണം, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് തന്നെ ആയിരിക്കണം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ജഡ്ജി ആയാലും മതി എന്നുള്ളത് മാറ്റം വന്നതൊക്കെ 2019 ഭേദഗതിയിലാണ്. അതോടൊപ്പം 4 എക്സ് ഒഫീഷ്യോ മെമ്പർമാരായിരുന്നു ഉണ്ടായിരുന്നത് നേരത്തെ, അത് 7 ആയി വർദ്ധിപ്പിച്ചതും ഈ 2019 ഭേദഗതിയിലാണ്. ആരൊക്കെയാണ് പുതുതായിട്ട് കൂട്ടിച്ചേർത്തത് എക്സ് ഒഫീഷ്യോ മെമ്പർമാരിൽ? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ, ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ, അതേപോലെ ഭിന്നശേഷിക്കാർക്കായുള്ള ചീഫ് കമ്മീഷണർ. ഇവരൊന്നും നേരത്തെ നിയമം പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് എക്സ് ഒഫീഷ്യോ മെമ്പർമാരായിട്ട് ഉണ്ടായിരുന്നില്ല. 2019 ഭേദഗതി പ്രകാരമാണ് ഇവരിതിൽ മെമ്പർമാരായിട്ട് വരുന്നത്. ചെയർമാന്റെയും അംഗങ്ങളുടെ കാലാവധി നേരത്തെ 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നുള്ളതായിരുന്നു. ഇത് മാറിയിട്ട് ഇപ്പോൾ 3 വർഷം 70 വയസ്സ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ LSCSന്റെ എക്സാമിന് ഈ ചോദ്യം ചോദിച്ചിരുന്നു, പക്ഷെ ഓപ്ഷനിൽ 370 ഉണ്ടായിരുന്നില്ല, പകരം 570 എന്നായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഈ ഭേദഗതി വരുത്തിയത് ക്വസ്റ്റ്യൻ ഇട്ട ആൾ അറിയായിട്ടായിരിക്കും മിക്കവാറും. ഏതായിരുന്നാലും പഠിച്ചു വെക്കുക. 2019 ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് ഒന്നുകിൽ 3 വർഷമാണ്. അതിന് മുമ്പ് ഇയാൾക്ക് 70 വയസ്സാവുകയാണെങ്കിൽ അവരുടെ കാലാവധി അവസാനിക്കും. അതായത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് പറയുന്നത്. ഇതിൽ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതാണ് നോക്കുക. ഒരാൾക്ക് ഈ സ്ഥാനത്തേക്ക് നിയമിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ 70 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ നിന്ന് വിരമിക്കണം. പിന്നീട് പുതിയ ആളെ തെരഞ്ഞെടുക്കണം. ഒന്നുകിൽ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നുള്ളതാണ് കാലാവധിയായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആര് എന്നാണ് ചോദ്യം. പ്രസിഡന്റ് ഉണ്ട്, ഗവർണർ ഉണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, സംസ്ഥാന മന്ത്രിസഭയുണ്ട്. ഇതിൽ ആരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. കിട്ടാത്തവർ പോസ്റ്റ് ചെയ്ത് ആൻസർ ചെയ്യാം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഗവർണറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. ആരാണ്? ഗവർണറാണ്. ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും അടങ്ങുന്നതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ ചെയർപേഴ്സൺ ആരായിരിക്കണം? വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയോ ആയിരിക്കും ചെയർമാൻ എന്ന് പറയുന്നത്. ചെയർമാൻ ആരായിരിക്കും? ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയോ ആയിരിക്കും. അംഗങ്ങൾ സാധാരണയായി നിലവിൽ സേവനം അനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ ഹൈക്കോടതി ജഡ്ജിമാരോ ജില്ലാ ജഡ്ജിമാരോ ആണ്. 2 അംഗങ്ങളും ഒരു ചെയർമാനുമാണ് ഉള്ളത് എന്നർത്ഥം. ഇതിന്റെ കാലാവധി നേരത്തെ പറഞ്ഞതുപോലെ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെയാണ് പറയുന്നത്. ചെയർപേഴ്സണെയും അംഗങ്ങളെയും നീക്കം ചെയ്യാൻ രാഷ്ട്രപതിക്ക് മാത്രമേ കഴിയൂ. ചെയർപേഴ്സണെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. എന്നാൽ നീക്കം ചെയ്യാൻ ഗവർണർക്ക് പറ്റൂല. അത് ആര് ചെയ്യണം? രാഷ്ട്രപതി ചെയ്യണം. അധ്യക്ഷന്റെയും അംഗങ്ങളുടെയും ശമ്പളം, അലവൻസുകൾ, മറ്റ് സേവന വ്യവസ്ഥകൾ എന്നിവ സംസ്ഥാന സർക്കാർ നിർണ്ണയിക്കുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യമാണ് പറഞ്ഞത്. അധ്യക്ഷന്റെയും മറ്റ് അംഗങ്ങളുടെയും സേവനവും മറ്റു വ്യവസ്ഥകളും ഒക്കെ, അലവൻസും ശമ്പളവും സേവന വ്യവസ്ഥകളും ഒക്കെ ആര് തീരുമാനിക്കും? സംസ്ഥാന സർക്കാർ തീരുമാനിക്കും. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. നിലവിലെ കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. ഇത് ഓരോ തവണ നിങ്ങൾ എക്സാമിന് പോകുമ്പോഴും അപ്ഡേറ്റ് ചെയ്തിട്ട് പോകണം. എപ്പോൾ ഇത് മാറാം, അപ്പം അപ്ഡേറ്റ് ചെയ്തിട്ട് തന്നെ പോകണം. നിലവിൽ അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രാജീവ് സുബ്രഹ്മണ്യനാണ്. ആരാണ്? ജസ്റ്റിസ് രാജീവ് സുബ്രഹ്മണ്യനാണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് വരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? രംഗനാഥ മിശ്രയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് MM പരീത് പിള്ളയാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1998 ഡിസംബർ 11-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1993 ഒക്ടോബർ 12-നാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിവരാവകാശ കമ്മീഷൻ
ഒരു ഡാഷ് സ്ഥാപനമാണ്. വിവരാവകാശ കമ്മീഷൻ ഒരു ഡാഷ് സ്ഥാപനമാണ്. ഭരണഘടനാ സ്ഥാപനം എന്ന് പറയുന്നുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നുണ്ട്, പാർലമെന്ററി ബോഡി എന്ന് പറയുന്നുണ്ട്, ഇവയൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. ഏതാണ് ശരിയായ ഉത്തരം? വിവരാവകാശ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണോ, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ, അല്ലെങ്കിൽ ഒരു പാർലമെന്ററി ബോഡിയാണോ? ഏതാണ് ശരിയായ ഉത്തരം? അല്ലെങ്കിൽ ഇതൊന്നുമല്ലേ? ഏതാണ് ശരിയായ ഉത്തരം എന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഉത്തരം കിട്ടിയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അതായത് എന്താണ് വിവരാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ ഒരു പാർലമെന്റ് ഉണ്ടാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സമിതിയാണെങ്കിൽ അതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയാം. ഭരണഘടനയിൽ കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അതിനെ ഭരണഘടനാ സ്ഥാപനം എന്ന് പറയും. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുകൊണ്ടാണ് അത് ഭരണഘടനയിൽ ഇന്ന ആർട്ടിക്കിൾ അത് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ആർട്ടിക്കിൾ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അത് ഭരണഘടനാ സ്ഥാപനമാണ്. എന്നാൽ പാർലമെന്റ് ഉണ്ടാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മീഷൻ, ഒരു ബോഡി നിലവിൽ വരികയാണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയും. അപ്പോൾ വിവരാവകാശ കമ്മീഷൻ എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. മനുഷ്യാവകാശ കമ്മീഷനും സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലെ? അതും മനുഷ്യാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായിട്ടുള്ള ബോഡിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും ഒക്കെ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ 2005 വിവരാവകാശ നിയമപ്രകാരം നിലവിൽ വന്ന സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും ഇന്ത്യൻ രാഷ്ട്രപതി നിയമിക്കുന്ന 10 വിവരാവകാശ കമ്മീഷണർമാരും ഉൾപ്പെടുന്നു. അപ്പോൾ മൊത്തം ഒരു കമ്മീഷൻ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ടാവും, 10 അംഗങ്ങളും ഉണ്ടാവും. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുക. നിലവിലെ ചെയർമാൻ ആരാണ്? വിവരാവകാശ കമ്മീഷന്റെ നിലവിലത്തെ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സാമരിയാണ്. ആരാണ്? ഹീരാലാൽ സാമരിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഓരോ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോകണം. എപ്പോഴും ഇതൊക്കെ മാറാൻ സാധ്യതയുണ്ട്. സംസ്ഥാന തലത്തിൽ വിവരാവകാശ നിയമം നടപ്പാക്കുന്ന ചുമതല സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ്. 2005 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 15 പ്രകാരമാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ വിവരാവകാശ നിയമം 2005 വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നു നമ്മൾ പറഞ്ഞു. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ഈ വിവരാവകാശ കമ്മീഷന്റെ സെക്ഷൻ 15 പ്രകാരമാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ഈ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് നിയമിക്കുന്നത്. പക്ഷെ നിയമിക്കുന്നത് ഗവർണർ ഒരു സമിതിയുണ്ട്, ഒരു തെരഞ്ഞെടുപ്പ് സമിതി ഉണ്ട്. ആ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ ആരെ നിയമിക്കുക? വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുക. ആ സമിതിയിൽ ആരൊക്കെയുള്ളത്? മുഖ്യമന്ത്രിയുണ്ട്, പിന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും, പിന്നെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രി ഉണ്ടാവും. ഈ 3 പേരടങ്ങുന്ന സമിതിയാണ് ഈ വിവരാവകാശ കമ്മീഷനെ നിയമിക്കാനുള്ള ശുപാർശ ഗവർണർക്ക് കൊടുക്കുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ നിയമിക്കുക. അപ്പോൾ ഈ വിവരാവകാശ കമ്മീഷനെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ ആരൊക്കെയാണുള്ളത്? മുഖ്യമന്ത്രിയുണ്ട്, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്, പിന്നെ ഒരു മന്ത്രി, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഏതെങ്കിലും ഒരു മന്ത്രിയും ഉണ്ടാകും. ഇപ്പോഴത്തെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായരാണ്. പഠിച്ചൊക്കെ എളുപ്പമാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സാമരിയെയും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഹരിനായരുമാണ്. അപ്പൊ ഹീരാലാൽ, ഹരിനായർ പഠിച്ചു വെക്കാൻ, കണക്ട് ചെയ്ത് പഠിച്ചു വെക്കാൻ എളുപ്പമുള്ള പേരുകളാണ് അല്ലെ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമ്മൾ ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നുള്ള ഏതാനും ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏത്? 15ാമത്തെ ചോദ്യമാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏത് എന്നാണ് ചോദ്യം. ജോഗ്രഫിയുടെ ഭാഗത്ത് ഗതാഗതം എന്ന് പറയുന്നത് എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണ്. ആ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. ബോംബെ ടു താനെ പറയുന്നുണ്ട്, ബേപ്പൂർ ടു തിരൂര് പറയുന്നുണ്ട്, റോയപുരം ടു ആർക്കോട്ട് പറയുന്നുണ്ട്, സേലം ടു മദ്രാസ് പറയുന്നുണ്ട്. ഇതിലേതാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ എന്നാണ് ചോദ്യം. ആൻസർ കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. റോയപുരം ടു ആർക്കോട്ടാണ് ഇത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലാണ് കേട്ടോ ഈ ആർക്കോട്ട് റോയപുരം വരുന്നത്. പിന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ അപ്പോൾ ഏതാണ്? റോയപുരം ടു ആർക്കോട്ടാണ്. അപ്പൊ ബേപ്പൂർ തിരൂര് ഓപ്ഷനിൽ കണ്ടല്ലോ. എന്താണ് ബേപ്പൂർ തിരൂര്? കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ആണ് അല്ലെ? കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? ബേപ്പൂർ ടു തിരൂരാണ്. ഇനി ബോംബെ ടു താനെ ഉണ്ട്. ബോംബെ ടു താനെ ഏതാണ് നമുക്കറിയാം. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈനാണ് ബോംബെ ടു താനെ. 1856 റോയപുരം ആർക്കോട്ട് ലൈന് ആരംഭിക്കുന്നത്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈനായ ബേപ്പൂർ ടു തിരൂർ എന്നാണ് 1861 ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? റോയപുരം ടു ആർക്കോട്ടാണ്. 1956 ഇത് ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈനായ ബേപ്പൂർ ടു തിരൂർ 1861
ഇത് 30.5 കിലോമീറ്റർ ആണ് ബേപ്പൂർ ടു തിരൂരുള്ളത് കേട്ടോ. ബേപ്പൂർ എവിടെയാണ്? ബേപ്പൂർ പിന്നെ കോഴിക്കോട് ജില്ലയിലാണ്, തിരൂർ മലപ്പുറം ജില്ലയിലുമാണ്. അപ്പൊ മലപ്പുറം കോഴിക്കോട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ ലൈൻ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈനായ ബേപ്പൂർ ടു തിരൂരുള്ളത്. ഇന്ത്യയിൽ ആദ്യം നമ്മൾ പറഞ്ഞു ബോംബെ ടു താനെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ആരംഭിക്കുന്നത് 1851 ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 34 കിലോമീറ്റർ ആണ് ഈ ബോംബെ ടു താനെ റെയിൽവേ ലൈനിന്റെ നീളം എന്ന് പറയുന്നത്. 30.5 ആണ് ബേപ്പൂർ ടു തിരൂര്, 34 ആണ് ബോംബെ ടു താനെ. 1951 ഇന്ത്യൻ റെയിൽവേ ദേശസൽക്കരിച്ചത്. ഇന്ത്യയിൽ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴയ റെയിൽവേ സ്റ്റേഷൻ ഹൗറ സ്റ്റേഷനാണ്. ഇന്ത്യയിൽ ഇപ്പൊ നിലവിലുള്ളതിൽ ഏറ്റവും പഴയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഹൗറ സ്റ്റേഷനാണ്. ദക്ഷിണേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ റോയപുരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റോയപുരം ടു ആർക്കോട്ടാണ് ആദ്യത്തെ റെയിൽവേ ലൈൻ ദക്ഷിണേന്ത്യയിൽ എന്ന് പറഞ്ഞു അല്ലേ. ആ റോയപുരം തന്നെയാണ് ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും പഴയ റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിലാണെങ്കിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനാണ്. തിരൂർ ടു ബേപ്പൂർ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ റെയിൽവേ ലൈനിൽ. അതിൽ ബേപ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ നിലവിലില്ല. തിരൂരാണ് ഇപ്പൊ നിലവിലുള്ളതിൽ ഏറ്റവും പഴയ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടിയ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അത് ചാർബാഗ് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പൊ ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ചാർബാഗ് റെയിൽവേ സ്റ്റേഷനാണ്. ഈ ചാർബാഗ് എന്ന് പേര് വരാനുള്ള കാരണം ഈ ആകാശ കാഴ്ചയിൽ ഒരു ചതുരംഗ കള്ളിയെ പോലെ ഒക്കെ കാണുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ പറയുന്ന ചാർബാഗ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വന്ദേ ഭാരത് ട്രെയിനിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ്. വന്ദേ ഭാരത് ട്രെയിനിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ്. ഓപ്ഷൻ എയിൽ ഇ ശ്രീധരൻ ഉണ്ട്, ഓപ്ഷൻ ബിയിൽ സുധാൻഷു മണി ഉണ്ട്, ഓപ്ഷൻ സിയിൽ നരേന്ദ്രമോദി ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ സുരേഷ് കുമാർ ഉണ്ട്. ഇതിൽ ആരാണ് ഇന്ത്യൻ വന്ദേ ഭാരത് ട്രെയിനിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? വന്ദേ ഭാരതിന്റെ പ്രത്യേകത ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഓടുന്ന ട്രെയിനാണ് വന്ദേ ഭാരത് ട്രെയിൻ അല്ലേ. വന്ദേ ഭാരത് ട്രെയിനിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആര് എന്നാണ് ചോദ്യം. ശ്രീധരനാണോ, സുധാൻഷു മണിയാണോ, നരേന്ദ്രമോദിയാണോ, സുരേഷ് കുമാർ ആണോ? ആരാണ് വന്ദേ ഭാരതിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. സുധാൻഷു മണിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ വന്ദേ ഭാരത് ട്രെയിനിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ്? സുധാൻഷു മണിയാണ്. ആദ്യത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് നടത്തിയത് എവിടെയാണ്? ഡൽഹി ടു വാരാണസിയാണ്. അതായത് നരേന്ദ്രമോദിക്ക് സ്വന്തം മണ്ഡലത്തിലേക്ക് പോകാൻ വേണ്ടിയാണെന്നുള്ളത് കണക്ട് ചെയ്ത് വെച്ചാൽ മതി, ഓർത്ത് വെച്ചാൽ മതി. മോഡിയുടെ മണ്ഡലമാണല്ലോ വാരാണസി. അപ്പൊ ഈ ഡൽഹിയിൽ നിന്ന് വാരാണസിയിലേക്ക് ആണ് ആദ്യത്തെ വന്ദേ ഭാരത് ട്രെയിൻ ഓടിയത്. 2019 ഫെബ്രുവരി 15 ഇത് ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വന്ദേ ഭാരത് സർവീസ് എത്രാമത്തേതാണ്? 15ാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ആണ് കാസർഗോഡ് ടു തിരുവനന്തപുരം അല്ലെങ്കിൽ തിരുവനന്തപുരം ടു കാസർഗോഡ് വന്ദേ ഭാരത് ട്രെയിൻ. എത്രാമത്തേതാണ്? 15ാമത്തേതാണ്. 2023 ഏപ്രിൽ 25 ഈ ഒരു സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. 2023 ഏപ്രിൽ 25 തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് നരേന്ദ്രമോദിയാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. സുരേഖ യാദവ് ആണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ്. ഇവർ തന്നെയാണ് വന്ദേ ഭാരതിന്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റും. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് എന്നറിയപ്പെടുന്നതും വന്ദേ ഭാരതിന്റെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് എന്നറിയപ്പെടുന്നതും ആരാണ്? സുരേഖ യാദവ് ആണ്. സുധാൻഷു മണി ആരാണ്? വന്ദേ ഭാരത് ട്രെയിനിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സുധാൻഷു മണിയാണ്. സുരേഖ യാദവ് ആരാണ്? ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ വന്ദേ ഭാരതിന്റെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആരാണ്? സുരേഖ യാദവ് ആണ്. ആദ്യത്തെ മെട്രോ ട്രെയിൻ ഏതാണ്? ഇന്ത്യയിലെ കൽക്കത്ത മെട്രോ ആണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ ഏതാണ്? കൽക്കത്ത മെട്രോ ആണ്. ലോകത്തെ തന്നെ ആദ്യത്തെ ഹരിത മെട്രോ ട്രെയിൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി മെട്രോ ആണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹരിത മെട്രോ ട്രെയിൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി മെട്രോ ആണ്. ഇന്ത്യയിലെ 8ാമത്തെ മെട്രോയാണ് കൊച്ചി മെട്രോ. കേരളത്തിലെ മെട്രോ ആണല്ലേ കൊച്ചി മെട്രോ. ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ സർവീസ് ആണ് ഏത്? കൊച്ചി മെട്രോ എന്ന് പറയുന്നത്. 2017 ജൂൺ 17 പ്രധാനമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തത്. മിലു എന്ന ആനക്കുട്ടിയാണ് കൊച്ചി മെട്രോയുടെ ഭാഗ്യചിഹ്നം. കൊച്ചി മെട്രോയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? മിലു എന്ന് പറയുന്ന ആനക്കുട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഭോലു എന്ന് പറയുന്ന ഒരു ആനക്കുട്ടി ഉണ്ടല്ലോ, അതെന്താണ്? ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നമാണ് അല്ലെ. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നമാണ് ഭോലു എന്ന് പറയുന്ന ആനക്കുട്ടി. മിലു ആണ് കൊച്ചി മെട്രോയുടെ ഭാഗ്യചിഹ്നം. മാറിപ്പോരുത്, ഭോലു ഇന്ത്യയുടേതാണ്, മിലു ഭോലു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹിന്ദി പേരല്ല ഓർമ്മ വരുന്നത്. ബോലോ എന്ന് പറയില്ലേ, ഒരു ഹിന്ദി പേരാണെന്ന് ഓർത്താൽ മതി. അപ്പൊ ബോലു ഏതാണ്? ഇന്ത്യയുടേതാണ്. മിലു എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പേരാണല്ലേ, ആ രീതിയിലുള്ള ഒരു പേരാണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. മിലു എന്ന ആനക്കുട്ടി കൊച്ചി മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ്. ഭോലു എന്ന് പറയുന്ന ആനക്കുട്ടി ഏതാണ്? ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നമാണ്.
ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷാ സംവിധാനമാണ് കവച്. കവച് എന്ന് പറയുന്ന ഒരു സുരക്ഷാ സംവിധാനം ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കവച് എന്താണ്? ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സുരക്ഷാ സംവിധാനമാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയപാത ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ NH66 ഉണ്ട്, ഓപ്ഷൻ ബിയിൽ NH85 ഉണ്ട്, ഓപ്ഷൻ സിയിൽ NH766 ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ NH966B ഉണ്ട്. ഇതിലേതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയപാത എന്നാണ് ചോദ്യം. ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. NH66 ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയപാത. കേരളത്തിലെ കൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ ദേശീയപാത ഏതാണ്? NH66 ആണ്. അപ്പൊ NH966Bയുടെ പ്രത്യേകത എന്താണ്? NH966B ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും ചെറിയ ദേശീയപാത. ഏറ്റവും വലുത് NH66 ആണ്. NH66 കണക്ട് ചെയ്യുന്നത് ഏതൊക്കെ പ്രദേശങ്ങൾ തമ്മിലാണ്? തലപ്പാടി ടു പാറശാലയാണ് അല്ലെ. കേരളത്തിൽ കണക്ട് ചെയ്ത പ്രദേശങ്ങൾ തലപ്പാടി ടു പാറശാലയാണ്. പൻവേൽ കന്യാകുമാരി ഹൈവേ എന്നതിന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് പൻവേലിൽ തുടങ്ങി കന്യാകുമാരിയിൽ അവസാനിക്കുന്ന റോഡാണ്. എന്നാൽ കേരളത്തിൽ ഇത് തലപ്പാടി മുതൽ പാറശാല വരെയാണ് NH66 വരുന്നത്. ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ചെറിയത് ഏതാണ് നമ്മൾ പറഞ്ഞത്? 966B ആണ്. ഈ 966B കണക്ട് ചെയ്യുന്നത് കുണ്ടന്നൂരിനെയും വെല്ലിംഗ്ടൺ ഐലൻഡിനെയും തമ്മിലാണ്. അല്ലെങ്കിൽ കുണ്ടന്നൂരിനെയും വെല്ലിംഗ്ടൺ ദ്വീപിനെയും തമ്മിലാണ് ഏത് കണക്ട് ചെയ്യുന്നത്? 966B കണക്ട് ചെയ്യുന്നത്. അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട ദേശീയ പാതകൾ നമുക്ക് നോക്കാം. NH85 ഉണ്ട്, ബോഡിമേട്ട് എറണാകുളമാണ്. 85 ബോഡിമേട്ട് എറണാകുളം. 85 ആണ്. 183 ഉണ്ട്, കൊല്ലം കുമളിയാണ്. 183 കൊല്ലം കുമളിയാണ്. പിന്നെ 183A ഉണ്ട്, ഏതാണ്? കൊല്ലം വണ്ടിപ്പെരിയാറാണ്. കൊല്ലം വണ്ടിപ്പെരിയാർ 183A ഓർത്തൊക്കെ ഒരു എളുപ്പമുണ്ട്. നമുക്കറിയാം വണ്ടിയുടെ ഒക്കെ നമ്പർ വരൽ എങ്ങനെയാണ്? A വെച്ചിട്ടാണ് അല്ലെ. KL10A അല്ലെ KL10B ഒരു ആൽഫബറ്റ് വെച്ചിട്ടല്ലേ വരിക. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ആൽഫബറ്റ് വെച്ചിട്ട് ആകെ 3 റോഡുകളെ പഠിക്കാനുള്ളൂ, NH പഠിക്കാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെക്കാം. ഈ വണ്ടിപ്പെരിയാറിലേക്കുള്ള റോഡ് A വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ വണ്ടിയും Aയും തമ്മിലൊക്കെ കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് നോക്കാം. 183A എവിടെയാണ്? കൊല്ലം വണ്ടിപ്പെരിയാറാണ്. 183 ആണെങ്കിൽ രണ്ടും കൊല്ലത്തു നിന്നാണ് തുടങ്ങുന്നത്. 180 183 കൊല്ലത്തു നിന്നാണ് തുടങ്ങുന്നത്. 183Aയും കൊല്ലത്തു നിന്നാണ് തുടങ്ങുന്നത്. 183 കൊല്ലം കുമളിയാണ്. 183A കൊല്ലം വണ്ടിപ്പെരിയാറാണ്. 185 അടിമാലി കുമളിയാണ്. 185 എന്താണ്? അടിമാലി കുമളിയാണ്. 544 വരുന്നത് വാളയാർ ഇടപ്പള്ളിയാണ്. 744 വരുന്നത് കൊല്ലം ആര്യങ്കാവാണ്. 766 വരുന്നത് കോഴിക്കോട് മുത്തങ്ങയാണ്. അതായത് മൈസൂർ റോഡാണ് 766 വരുന്നത്. കോഴിക്കോട് നിന്ന് മൈസൂരിലേക്ക് പോകുന്ന റോഡാണ്. കേരളത്തിലെ കണക്ക് നോക്കുമ്പോൾ മുത്തങ്ങ വരെയാണ് അല്ലെ. അപ്പൊ കോഴിക്കോട് മുത്തങ്ങ എന്ന് പറയും. കോഴിക്കോട് മൈസൂർ ഹൈവേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും 766 ആണ്. 966 എന്ന് പറഞ്ഞാൽ രാമനാട്ടുകര പാലക്കാട് എന്ന് പറയും, അല്ലെങ്കിൽ കോഴിക്കോട് പാലക്കാട് എന്നും പറയും. രാമനാട്ടുകര എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രദേശമാണ് രാമനാട്ടുകര. അപ്പൊ ഈ രാമനാട്ടുകര പാലക്കാട് എന്നും പറയും, അല്ലെങ്കിൽ കോഴിക്കോട് പാലക്കാടിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ദേശീയപാത ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഏതാണ്? 966 ആണ്. അതായത് ഈ കന്യാകുമാരി പൻവേൽ കന്യാകുമാരി ഹൈവേ ഉണ്ടല്ലോ, നമ്മുടെ ഏറ്റവും വലിയ ഹൈവേ ലാണ് കോഴിക്കോട് നിന്ന് രാമനാട്ടുകര വഴി പാസ് ചെയ്യാണ്. ഈ ഹൈവേയിൽ നിന്ന് തിരിഞ്ഞിട്ടാണ് ഈ 966 വരുന്നത്. രാമനാട്ടുകര വെച്ചിട്ട് ഈ NH66 നിന്നും മറ്റൊരു ഹൈവേ ആയിട്ടാണ്, NH ആയിട്ടാണ് ഏത് ആരംഭിക്കുന്നത്? ഇപ്പൊ കോഴിക്കോട് ടൗണിൽ നിന്ന് ഇത് ആരംഭിക്കുന്നില്ല. 966 ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ രാമനാട്ടുകര എന്ന് പറയുന്ന കോഴിക്കോട് മലപ്പുറം ജില്ലയുടെ അതിർത്തി പ്രദേശത്ത് വരുന്ന ഒരു ടൗൺ ആണ് രാമനാട്ടുകര എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ടാണ് 966 ആരംഭിക്കുന്നത്. അപ്പോൾ രാമനാട്ടുകര പാലക്കാട് എന്നും പറയും, കോഴിക്കോട് പാലക്കാട് എന്ന് പറയും. ചില സ്ഥലത്ത് ഫറൂഖ് പാലക്കാട് എന്നും കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഫറൂഖ് കുറച്ചുകൂടി രാമനാട്ടുകരയുടെ കുറച്ചുകൂടി മുമ്പുള്ള ഒരു സ്ഥലമാണ്. പിന്നെ അങ്ങനെയും ചില സ്ഥലത്ത് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ രാമനാട്ടുകരയിൽ നിന്ന് തുടങ്ങി പാലക്കാടാണ് ഈ റോഡ് അവസാനിക്കുന്നത്. ഇനി 966A ആണ് മറ്റൊരു ഹൈവേ. അത് കളമശ്ശേരി വല്ലാർപാടമാണ്. 966A എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. നമുക്ക് ഈ ഗതാഗതം എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പിക്കിൽ എടുത്തു പറയുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ്, സിലബസിൽ എടുത്തു പറയുന്ന ടോപ്പിക് ആയതുകൊണ്ടാണ് ഈ ഭാഗം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18, താഴെ പറയുന്നവയിൽ കേരളത്തിലേത് അല്ലാത്ത ദേശീയ ജലപാത ഏത്? അപ്പൊ താഴെ കുറച്ച് ദേശീയ ജലപാതകളാണ് പറയുന്നത്. അതിൽ കേരളത്തിലെ ദേശീയ ജലപാത അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. നാഷണൽ വാട്ടർവേ 3 പറയുന്നുണ്ട്, നാഷണൽ വാട്ടർവേ 5 പറയുന്നുണ്ട്, 8 പറയുന്നുണ്ട്, 59 പറയുന്നുണ്ട്. ഇതിൽ കേരളത്തിലെ ദേശീയ ജലപാത അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം.
ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റ് നമ്മൾ നാഷണൽ വാട്ടർവേ 3 കേരളത്തിലെ ഏതാണെന്ന് ചിലപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. ഈ ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കാതെ അതായത് പറയുന്നത് കേരളത്തിലെ ദേശീയ ജലപാത എന്ന് പറഞ്ഞിട്ട് വേഗം നാഷണൽ വാട്ടർവേ 3 കറപ്പിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു നാഷണൽ വാട്ടർവേ ആണ് നാഷണൽ വാട്ടർവേ 3, അത് കേരളത്തിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ തെറ്റിക്കാൻ വേണ്ടിയാണ് ഓപ്ഷൻ എയിൽ തന്നെ ഈ നാഷണൽ വാട്ടർവേ 3 തരുന്നത്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. നമ്മൾ കുറെ ക്വസ്റ്റ്യൻ എഴുതി തെറ്റിക്കുന്നതിനേക്കാൾ നല്ലത് എഴുതുന്നത് അറിയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തെറ്റാതെ എഴുതുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രിലിംസ് എക്സാമിനൊക്കെ നമുക്ക് ഒരുപാട് മാർക്ക് 100 ചോദ്യത്തിനൊന്നും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഒരു 60% ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് അറിയുന്നത് എഴുതണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരുപാട് എഴുതാൻ വേണ്ടി ഓടി കഥച്ച് നമ്മൾ അറിയുന്നത് പോലെ തെറ്റിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. എഴുതുന്നത് ശ്രദ്ധയോടുകൂടി എഴുതുക, എങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസ് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നാഷണൽ വാട്ടർവേ 5 ആണ് കേരളത്തിലേതല്ലാത്തത്. അപ്പൊ ബാക്കിയുള്ള 3 നാഷണൽ വാട്ടർവേ 3 ആണെങ്കിലും 8 ആണെങ്കിലും 59 ആണെങ്കിലും ഒക്കെ കേരളത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ വാട്ടർവേസ് ആണ്. നാഷണൽ വാട്ടർവേ 5 എന്ന് പറയുന്നത് ഒഡീഷയെയും പശ്ചിമ ബംഗാളിനെയും ബന്ധിപ്പിക്കുന്ന ഒരു വാട്ടർവേ ആണ്. നാഷണൽ വാട്ടർവേ 5 എന്ന് പറയുന്നത്. നാഷണൽ വാട്ടർവേ 3 നമുക്കറിയാം, കൊല്ലം കോഴിക്കോടാണ് നാഷണൽ വാട്ടർവേ 3 വരുന്നത്. 365 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. ചിലപ്പോൾ കൊല്ലം കോട്ടപ്പുറം എന്ന് പറഞ്ഞു പറയാറുണ്ട്. നേരത്തെ ഇത് കൊല്ലം കോട്ടപ്പുറം ആയിരുന്നു, പിന്നീട് ഇത് ദീർഘിപ്പിച്ചുകൊണ്ട് കൊല്ലം കോഴിക്കോടാക്കിയിട്ടുണ്ട്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ഈ നാഷണൽ വാട്ടർവേ 3 ആണ്. അപ്പം നാഷണൽ വാട്ടർവേ 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട നാഷണൽ വാട്ടർവേ ആണ് വാട്ടർവേ 3. വാട്ടർവേ 3 കൊല്ലം കോഴിക്കോടാണ് നിലവിൽ. നേരത്തെ കൊല്ലം കോട്ടപ്പുറം ആയിരുന്നു. ഓപ്ഷനിൽ ഏതാ വരുന്നത് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ഈ അടുത്തും ഒരു പരീക്ഷയ്ക്ക് കൊല്ലം കോട്ടപ്പുറം എന്ന് ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഏതാണ് ഓപ്ഷനിൽ വരുന്നത് അത് നാഷണൽ വാട്ടർവേ 3 ആണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് കൊല്ലം കോഴിക്കോടാണ്. 365 കിലോമീറ്റർ ആണ് അതിന്റെ നീളം. നാഷണൽ വാട്ടർവേ 8 എവിടെയാണ്? ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്കുള്ളതാണ് നാഷണൽ വാട്ടർവേ 8 വരുന്നത്. നാഷണൽ വാട്ടർവേ 59 വരുന്നത് കോട്ടയം വൈക്കമാണ്. നാഷണൽ വാട്ടർവേ 9 ആലപ്പുഴ കോട്ടയമാണ്. നാഷണൽ വാട്ടർവേ 13 തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന AVM കനാലാണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാട്ടർവേ ആണ്. നാഷണൽ വാട്ടർവേ 13, അതായത് AVM കനാൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു നാഷണൽ വാട്ടർവേ 3 ഏതാണ്? വെസ്റ്റ് കോസ്റ്റ് കനാലാണ്. 13 ഇത് രണ്ടും കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. 3 വെസ്റ്റ് കോസ്റ്റ് കനാലാണ്, 13 AVM കനാലാണ്. AVM കനാലിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തെയും തമിഴ്നാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഷണൽ വാട്ടർവേ ആണ്. ഏത് AVM കനാല്? പൂവാർ ടു ഇരയിമ്മൻ തുറൈ എന്നൊക്കെ പറയുന്നുണ്ട്, തിരുവനന്തപുരം ടു കന്യാകുമാരി എന്ന് പറയുന്നുണ്ട്. ആ രീതിയിലൊക്കെ ഇത് പറയുന്നുണ്ട്. ഏതായാലും AVM കനാൽ എന്നറിയപ്പെടുന്നത് തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന നാഷണൽ വാട്ടർവേ 13 ആണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട വാട്ടർവേകൾ കൂടി നമ്മൾ ജസ്റ്റ് നോക്കി വെക്കാം. നാഷണൽ വാട്ടർവേ 1 ഗംഗാ നദിയിലാണ്. ഏറ്റവും വലിയ നാഷണൽ വാട്ടർവേ എന്ന് പറയുന്നത് നാഷണൽ വാട്ടർവേ 1 ആണ്. അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജ് മുതൽ ഹാൽഡിയ വരെയാണ് നാഷണൽ വാട്ടർവേ 1 ഉള്ളത്. ഈ പ്രയാഗ്രാജ് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഹാൽഡിയ വെസ്റ്റ് ബംഗാളിലാണ്. 1620 കിലോമീറ്റർ ആണ് ഈ നാഷണൽ വാട്ടർവേ 1ന്റെ നീളം എന്ന് പറയുന്നത്. അപ്പൊ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ ഗംഗാ നദിയിലാണ് ഇത്. ഗംഗാ ഭഗീരഥി ഒരുപാട് നദികളെ പേര് പറയുന്നുണ്ട്. അതൊക്കെ ഗംഗാ നദിയുടെ പോഷക നദികളാണ്. അപ്പൊ പൊതുവെ ഇത് പറയാം ഗംഗാ നദിയിലാണ് എന്നാണ് പറയാറുള്ളത്. നാഷണൽ വാട്ടർവേ 2 ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര നദിയിൽ സാധ്യ മുതൽ ദുബ്രി വരെ, ആസാമിലെ സാധ്യ മുതൽ ദുബ്രി വരെയാണ് നാഷണൽ വാട്ടർവേ 2 ഉള്ളത്. ബ്രഹ്മപുത്ര നദിയിലാണ്. പിന്നെ നാഷണൽ വാട്ടർവേ 4, 5 നമ്മൾ പറഞ്ഞു, 3 നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി 4 കൂടി ഒന്ന് പറയാം. കൃഷ്ണ ഗോദാവരി നദികളെ ബന്ധിപ്പിക്കുന്ന നാഷണൽ വാട്ടർവേ ആണ് വാട്ടർവേ 4. കൃഷ്ണ ഗോദാവരി നദികളെ ബന്ധിപ്പിക്കുന്നു. ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളെയും പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശത്തെയും കൂടി പിന്നെ കടന്നു പോകുന്ന നാഷണൽ വാട്ടർവേ ആണ് നാഷണൽ വാട്ടർവേ 4. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴയ ഭൂവിഭാഗം ഏത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴയ ഭൂവിഭാഗം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഉത്തര മഹാസമുദ്രം, ഓപ്ഷൻ ബി ഉത്തര പർവ്വത മേഖലയാണ്, ഓപ്ഷൻ സി ഹിമാലയമാണ്, ഓപ്ഷൻ ഡി ഡെക്കാൻ പീഠഭൂമിയാണ്. ഇതിലേതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴയ ഭൂവിഭാഗം എന്നാണ് ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഡെക്കാൻ പീഠഭൂമിയാണ്. ഞാനൊന്ന് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് കുറെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും പഴക്കമുള്ള ഭൂവിഭാഗം എന്ന് പറയുന്നത്. ഹിമാലയത്തെ കുറിച്ച് നമുക്കറിയാം, ഏറ്റവും പ്രായം കുറഞ്ഞതാണ് അല്ലെ. ഏറ്റവും പ്രായം കുറഞ്ഞ ഫോൾഡഡ് മൗണ്ടൻ ആണ് ഹിമാലയം. നമുക്കറിയാം യൂറേഷ്യൻ ഫലകവും
ഇന്ത്യ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഉണ്ടാകുന്ന ഫലക സിദ്ധാന്ത പ്രകാരം യൂറേഷ്യൻ ഫലകവും ഇന്ത്യ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഫോൾഡഡ് മൗണ്ടൈൻ ആണ് ഏത്? ഹിമാലയം എന്ന് പറയുന്നത്. ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡഡ് മൗണ്ടൈൻ ആണ് ഹിമാലയം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം എന്ന് പറഞ്ഞു. ത്രികോണാകൃതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ ഈ പറയുന്ന ആര് നീണ്ടു കിടക്കുന്നുണ്ട്? ഡെക്കാൻ പീഠഭൂമി നീണ്ടു കിടക്കുന്നുണ്ട്. ഏറ്റവും വലിയ പീഠഭൂമി ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഇതൊരു ലാവാ പീഠഭൂമിയാണ്. ഏതാണ്? ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ബസാൾട്ട് പൊടിഞ്ഞുണ്ടാകുന്ന കറുത്ത മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത് ഈ പറയുന്ന ഡെക്കാൻ പീഠഭൂമി പ്രദേശത്താണ്. ഈ നമുക്കറിയാം കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ് അല്ലെ. നമുക്കറിയാം പരുത്തി നല്ല വെളുത്ത സാധനമാണ്. ഈ കൃഷിക്ക് അനുയോജ്യം നല്ല കറുത്ത മണ്ണാണെന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണ്? ഡെക്കാൻ പീഠഭൂമിയിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ബസാൾട്ട് പൊടിഞ്ഞുണ്ടാകുന്നതാണ് ഈ കറുത്ത മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഡെക്കാൻ ട്രാപ്പ് മേഖല എന്നറിയപ്പെടുന്നത്. അപ്പൊ ഡെക്കാൻ ട്രാപ്പ് മേഖല എവിടെയാണുള്ളത്? ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് അറിയപ്പെടുന്നത്. പടിഞ്ഞാറ് അതിര് പശ്ചിമഘട്ടവും കിഴക്ക് അതിര് പൂർവ്വഘട്ടവുമാണ്. അപ്പൊ പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറെ അതിര് പശ്ചിമഘട്ടമാണ്, കിഴക്കേ അതിര് പൂർവ്വഘട്ടമാണ്. ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി എന്നിവ ഡെക്കാനിൽ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ്. ഏതൊക്കെയാണ്? ഗോദാവരി ഉണ്ട്, കൃഷ്ണ ഉണ്ട്, കാവേരി ഉണ്ട്, മഹാനദി ഉണ്ട്. ഇതൊക്കെ ഡെക്കാൻ പീഠഭൂമിയിൽ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ്. ഹിമാലയത്തിന് തെക്കുള്ള ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് അല്ലെ. ഈ ആനമുടിയും ഡെക്കാൻ പീഠഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയത്തിന് തെക്കുള്ള ഏറ്റവും വലിയ പീഠഭൂമി എന്താണ്? കൊടുമുടി ഏതാണ്? പിന്നെ ആനമുടിയാണ്. ആനമുടി ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ്. ഹിമാലയത്തിന് തെക്കുള്ളതാണ്. നമ്മൾ കാഞ്ചൻജംഗയും മൗണ്ട് കേറ്റും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ അതൊന്നും ഹിമാലയത്തിന് തെക്കല്ല. ഹിമാലയത്തിന് തെക്കുള്ള പീഠഭൂമിയിൽ കൊടുമുടിയിൽ ഏറ്റവും ഉയരം കൂടിയത് ഏതാണ്? അത് ആനമുടിയാണ്. അത് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ്. ക്ലിയർ ആണോ എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏത്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏത് എന്നാണ് ചോദ്യം. ഡെക്കാൻ പീഠഭൂമിയുണ്ട്, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുണ്ട്, ഉത്തര മഹാസമുദ്രമുണ്ട്, ഉത്തര പർവ്വത മേഖലയുണ്ട്. ഇതിലേതാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം വേറെയുണ്ട്. ഇവിടെ ചോദിച്ചത് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് ചോദിച്ചത്. ഡെക്കാൻ പീഠഭൂമിയാണോ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണോ, ഉത്തര മഹാസമുദ്രമാണോ, ഉത്തര പർവ്വത മേഖലയാണോ? ഏതാണ് ശരി ഉത്തരം? ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഉത്തര മഹാസമതലമാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം. ഏതാണ്? ഉത്തര മഹാസമതലമാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കറിയാം ഈ ഡെക്കാൻ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ പ്രത്യേകത എന്താണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നതാണ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. എന്നാൽ ധാന്യ കലവറ അല്ലെങ്കിൽ ധാന്യപുര എന്നറിയപ്പെടുന്നത് എവിടെയാണ്? അത് ഉത്തര മഹാസമതലമാണ്. എന്നാൽ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ് അല്ലെ. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്ന് പറയപ്പെടുന്നത് ഏതാണ്? പഞ്ചാബാണ് സംസ്ഥാനം. എന്ന പ്രദേശം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തര മഹാസമതലമാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപം മൂലം രൂപപ്പെട്ട ഭൂവിഭാഗമാണ് ഉത്തര മഹാസമുദ്രം. ഉപദ്വീപീയ പീഠഭൂമിക്കും ഉത്തര പർവ്വത മേഖലക്കും ഇടയിലായി ഹിമാലയത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ സമതലവും ഏതാണ്? ഉത്തര മഹാസമുദ്രമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ സമതലമാണ് ഉത്തര മഹാസമുദ്രം. ഇന്ത്യയുടെ ധാന്യപുര, ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നീ പേരുകളിലൊക്കെ ഉത്തര മഹാസമുദ്രം അറിയപ്പെടുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് പറയപ്പെടുന്നത് കാർഷിക മേഖലയാണ് അല്ലെ. അപ്പൊ കൃഷിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഉത്തര മഹാസമുദ്രം തന്നെയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം. ഇന്ത്യയുടെ ധാന്യപുര, ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നീ പേരുകളിൽ ഉത്തര മഹാസമുദ്രം അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം നമ്മൾ പറഞ്ഞു പഞ്ചാബാണ്. ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള മേഖലയും ഉത്തര മഹാസമുദ്രമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള മേഖല ഏതാണ്? ഉത്തര മഹാസമുദ്രമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ധാതു കലവറ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്, ജാർഖണ്ഡിലാണ്.